Hello, my dears. Today I'm going to give you a very good description of the poem Bhagavata written by Vijayalakshmi. സോ നമ്മൾ യൂട്യൂബിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭാഗവത എന്ന കവിതയെ പറ്റി ഒരുപാട് ആൾക്കാർ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. ബട്ട് അതിലൊന്നും നിങ്ങൾ എന്ത് കാണില്ല, കൃത്യമായിട്ടുള്ള ഒരു സാറ്റിസ്ഫൈങ് എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യാഖ്യാനങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ പേപ്പർ അല്ല, നമ്മുടെ പേപ്പർ ഏതാണ്, ക്രോസിംഗ് ദ ബോർഡേഴ്സ് മലയാളം ലിറ്ററേച്ചർ ആൻഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അതൊരു കോർ പേപ്പറാണ് അല്ലെ, ഇംഗ്ലീഷ് കോർ പേപ്പർ. സ്റ്റുഡൻസിന് പറ്റിയ ഒരു എക്സ്പ്ലനേഷൻ എവിടെയുമില്ല. ഒരു 25% പോലും ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. സോ in such a circumstance, I thought I want to give you a very good, even I can say 100% justifying explanation of the poem. So that's what I'm going to do today. So you should watch the video without skipping a bit, because here I have prepared a word by word meaning explanation of the poem. സോ എന്ത് ചെയ്യുക, വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാണ്ട് വൃത്തിയായിട്ട് കേൾക്കുക. ബിക്കോസ് വാട്ട് വി നീഡ് ഇസ് എ ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ ഓഫ് ദ പോയം, എ ഡീറ്റെയിൽഡ് ഒബ്സർവേഷൻ ഓഫ് ദ പോയം റാദർ ദാൻ എ 5-minute capsule summary. 5-minute capsule summary അല്ല നമുക്ക് വേണ്ടത്, ബിക്കോസ് വി ആർ ഇംഗ്ലീഷ് മെയിൻ സ്റ്റുഡൻസ്. സോ വാട്ട് വി നീഡ് ഈസ് എ വേർഡ് ബൈ വേർഡ് മീനിങ് explanation of the poem rather than the available 5-minute capsule summaries. Of course, that will not do. I help you anyway to get out from the exam with good marks. So watch the video carefully. First of all, let's read about the context of the writer. നമുക്കറിയാം അല്ലെ, വിജയലക്ഷ്മി എന്ന് പറയുന്ന എഴുത്തുകാരി. ഷീസ് ഓഫ് ദ വൈഫ് ഓഫ് ദ ഫേമസ് മലയാളം പോയിറ്റ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതെന്ന്. ടേക്ക് പേജ് നമ്പർ 62. So you can see an introduction about the writer and also an introduction about the poem. So അത് മുതൽ നമുക്ക് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവരെ കിട്ടാത്ത ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം, എന്നിട്ട് ആ കാര്യങ്ങൾ പറയാം. സോ ആദ്യം നമുക്ക് ടെക്സ്റ്റിൽ അത് വായിക്കാം. So Vijayalakshmi, who was born in 1960, a uniquely clear voice in Malayalam poetry, was born in Mulanturuthi in Ernakulam district. So Ernakulathu janicha oru vyaktiyana Vijayalakshmi. She has published numerous volumes of poems in Malayalam, the first being Mrigashitchakan, which promptly catapulted her to fame. So എന്താണ്, അവർ ഒരുപാട് കവിതാ സമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലല്ലേ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് അവരുടെ ആദ്യത്തെ കവിതാ സമാഹാരം തന്നെയാണ് അല്ലെ, മൃഗശിക്ഷകൻ എന്ന് പറയുന്നത്. സോ അത് തന്നെയാണ് അവരെ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു കവിത്രി എന്ന രീതിയിൽ അല്ലെ വിജയത്തിലേക്ക് എടുത്തുയർത്തിയിട്ടുള്ള ഒരു കവിത. Her poems have touched upon a variety of subjects and themes, of which the vulnerability and violence that informs man-woman relationships happen to be the most notable one. സോ പല തീംസും അല്ലെ പല ഇതിവൃത്തങ്ങളും വിഷയങ്ങളും അവർ കവിതയിലൂടെ സംവദിക്കാനായിട്ട് ശ്രമിക്കാറുണ്ടെങ്കിലും അല്ലെ ആ ഒരു മാൻ വുമൻ റിലേഷൻഷിപ്പ്, ആ ഒരു അല്ലെ ഇപ്പൊ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ആ ഫെമിനിസത്തിന്റെ ആവശ്യകതകളും ഒക്കെ ആണ് അവരുടെ കവിതകളിൽ പലതിലും നമ്മൾ കാണുന്നത്. Her contributions to Malayalam literature has been duly acknowledged by the numerous awards and accolades that she has already received. സോ അവരുടെ അല്ലെ സംഭാവനകൾ, സാഹിത്യത്തിനുള്ള അവരുടെ സംഭാവനകൾ ആൾറെഡി ഒരുപാട് അവാർഡുകൾ കൊണ്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി കവിതയെ പറ്റി എന്താണ് പറയുന്നത് നോക്കാം. The poem addresses the issues of domesticity, where women are made to do the backyard chores of the kitchen, while the frontal space would mostly be occupied by spiritually enlightened men. So എന്താ പറയുന്നത്,
ഒരു ഇഷ്യൂ ഓഫ് ഡൊമസ്റ്റിസിറ്റി ആണ്. ആ ഒരു വീട് അല്ലെ ആ ഒരു ഗൃഹാന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന മാൻ വുമൻ റിലേഷൻ, അതിലുണ്ടാവുന്ന ആ ഒരു എന്താ പറയുക പാർഷ്യാലിറ്റി. സോ സ്ത്രീകളെ എന്ത് ചെയ്യുക, ഒരു ഭാഗത്ത് ഒതുക്കുക, പുരുഷന്മാർ എന്ത് ചെയ്യുക, നല്ലതല്ല അല്ലെ കയ്യാളി വെക്കുക, സോ കൈയടക്കി വെക്കുക എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ അല്ലെ ആ ഒരു കവിതയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന തീം. ഓഫ് കോഴ്സ് അല്ല ആ ഒരു എന്താണ് ഫെമിനിസത്തിന്റെ സാധ്യതകൾ ഒക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. സോ സ്ത്രീകൾ എപ്പോഴും എന്താണ് അടുക്കളയുടെ അല്ലെ പിന്നാമ്പുറത്ത് ജീവിക്കാനായിട്ട് വിധിക്കപ്പെട്ടവർ എന്നുള്ള രീതിയിൽ. സോ ആ ഒരു അല്ലെ വീടിന്റെ മുൻവശം അല്ലെ സ്ത്രീകൾക്ക് എന്ത് പറ്റില്ല, ഈവൻ അല്ലെ ദേ ഡോണ്ട് റിയലി ഗെറ്റ് എ ചാൻസ് അല്ലെ ദേ കാൻ റിയലി ഷോ ദ ഫേസ് ഓൺ ദി ഫ്രണ്ട്. ആ ഒരു അല്ലെ വീടിന്റെ മുൻഭാഗത്ത് വരാൻ പോലും അല്ലെ സ്ത്രീകൾക്ക് ഇപ്പോൾ കുറച്ചു മുമ്പേ അല്ലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ പോലും പറ്റിയിരുന്നില്ല. അല്ലെ അവരെന്ത് ചെയ്യണം, വാതിലിന്റെ പിറകില് നിന്നിട്ട് വേണം അല്ലെ പുരുഷനോട് സംസാരിക്കാൻ. പുരുഷൻ എവിടെ ഇരിക്കും, വീടിന്റെ മുൻഭാഗത്ത് അല്ലെ ചെയറില് നിവർന്ന് കിടന്ന് അല്ലെ ഇങ്ങനെ എന്താണ് നട്ടല് നിവർത്തിയിരിക്കുന്ന പുരുഷനാണ്. സോ സ്ത്രീ എന്ത് ചെയ്യണം, വാതിലിന്റെ പിറകിൽ വന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളുക എന്നുള്ളതാണ്. The mighty male who wields power in the family neither understands nor is sensitive to the hardships undergone by the female. സോ ആ ഒരു മൈറ്റി മെയിൽ അല്ലെ, മൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ പവർഫുൾ എന്നുള്ളതാണ്. സോ അല്ലെ ആ ഒരു എപ്പോഴും അല്ലെ ശക്തിയുടെ കേന്ദ്രം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പുരുഷന്മാർ അല്ലെ അവരെന്താണ് ഒരിക്കലും അല്ലെ സ്ത്രീകളെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരുടെ അല്ലെ ആ ഒരു വർക്ക് അല്ലെ ഒരു സ്ത്രീ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന അല്ലെ രാവിലെ തൊട്ട് രാത്രി അല്ലെ നേരം പിന്നെ വൈകുവോളം അവൾ ചെയ്യുന്ന ഒരു പണിയും അല്ലെ ഒരു എന്താണ് കരുണയുടെ കണ്ണോടെ അല്ലെ കാണാൻ പോലും ഒരു പുരുഷൻ ഒരിക്കലും തയ്യാറാകലില്ല എന്നുള്ളതാണ് കാര്യം. The poem takes up an incident from everyday life in Kerala to highlight the interplay of power and gender. സോ നമ്മളല്ലേ കേരളത്തിൽ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചകളിൽ ഒന്നാണ് കവിതയിലേക്ക് തീമായിട്ട് നമ്മുടെ റൈറ്റർ എടുത്തിട്ടുള്ളത്. സോ ആ ഒരു അല്ലെ പവർ റിലേഷൻ, ആ ഒരു പവർ എന്ന് പറയുന്നത് അല്ലെ ശക്തി എവിടെ അല്ലെ ശക്തി കേന്ദ്രം ആരാണ്, പിന്നെ ആ ഒരു ജെൻഡർ ഇഷ്യൂ അല്ലെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു ജെൻഡർ പ്രോബ്ലംസ്, സ്ത്രീകളെ ഒരു ഭാഗത്ത് ഒതുക്കുക അല്ലെ പുരുഷന്മാർ എന്ത് ചെയ്യുക, നല്ലതെല്ലാം കൈയടക്കി വെക്കുക എന്നുള്ളതാണ്. The poem critiques institutionalized religion and the acceptability that it gives to patriarchal values and practices. സോ ആ ഒരു എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലിജ്യൻ. സോ ഓരോ മതവും അല്ലെ എന്താണ് എന്ത് ചെയ്യുന്നു, പേട്രിയാർക്കൽ വാല്യൂസിനെ കാത്തു രക്ഷിക്കാൻ വേണ്ടി ആണ് പലപ്പോഴും ശ്രമിക്കുന്നത്. സോ എല്ലാ മതങ്ങളും നോക്കിയാൽ നമ്മൾ മനസ്സിലാവും എന്താണ് ആ ഒരു സെന്ററിൽ ഇരിക്കുന്നത് പുരുഷനായിരിക്കും, അവനായിരിക്കും എന്ത് ശക്തി കേന്ദ്രമായിട്ട് നിൽക്കുന്നത്. സ്ത്രീ എപ്പോഴും എന്താണ് പിറകിൽ നിൽക്കുക എന്നുള്ളതാണ്. സോ അല്ലെ ഈവൻ നമ്മൾ എവിടെ നോക്കിയാലും അല്ലെ പുരുഷനാണ് ഒരു മതത്തിൽ ആ ഒരു ഡിവോഷൻ അല്ലെ ദൈവത്തോടുള്ള ആരാധന ചെയ്യാനായിട്ട് അല്ലെ നിയോഗിക്കപ്പെട്ടവൻ എന്ന് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നത് പുരുഷൻ മാത്രമാണ്. അല്ലെ ഒരു അമ്പലത്തിൽ നമ്മൾ ഒരു ടെമ്പിളിൽ പോയാൽ അല്ലെ അവിടെ പുരുഷനാണ് പൂജാരി, ഒരു സ്ത്രീ അല്ല. അല്ലെ ഒരു നമ്മളൊരു ക്രിസ്ത്യൻ ചേർച്ചിൽ പോയാൽ അവിടെ എന്താണ് പ്രീസ്റ്റ് അല്ലെ പുരോഹിതൻ. അല്ലെ നമ്മളൊരു ഇസ്ലാം പള്ളിയിൽ പോയാൽ അല്ലെ അവിടെ ചിലപ്പോൾ എന്താണ് സ്ത്രീകൾക്ക് അല്ലെ പല സമയത്തും വരാൻ പോലും പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. സോ എവിടെയും അല്ലെ ഒരു റിലീജിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെ എന്താണ് പുരുഷനാണ് അല്ലെ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ എന്നുള്ള വ്യാഖ്യാനമാണ് ഇവിടെ നമുക്ക് അല്ലെ എല്ലാ റിലീജിയനിലും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്, എടുത്ത് അല്ലെ കാണിക്കുന്നത് അങ്ങനെയുള്ള പിക്ചറാണ്. സോ ആ ഒരു എടുത്ത് കാണിക്കലല്ലേ എന്തിൻ്റെ ഒരു ഭാഗമാണ്, ആ ഒരു പേട്രിയാർക്കൽ കൾച്ചർ അല്ലെ പേട്രിയാർക്കി എന്ന് പറഞ്ഞാൽ മെയിൽ ഡോമിനേറ്റിംഗ് സൊസൈറ്റിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അല്ലെ ആ ഒരു എന്താണ് പുരുഷനാണ്
ശക്തി കേന്ദ്രം എന്നുള്ള ഐഡിയ പ്രൊജക്റ്റ് ചെയ്യുന്നത്. It also exposes the false images of domestic bliss proliferated by marketed stories, most of which are anti-women. സോ എന്താ പറയുക, സ്ത്രീകളല്ലേ എന്താണ് ഗൃഹത്തിൽ അല്ല അടങ്ങിയിരിക്കേണ്ടവളാണ്. സോ സ്ത്രീ വുമൺ ഷുഡ് അല്ല എന്ത് ചെയ്യണം, ജസ്റ്റ് അല്ല സാറ്റിസ്ഫൈ, ജസ്റ്റ് ബി ഹാപ്പി ഇൻ ദി ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ആ ഒരു അല്ലെ എന്ത് ചെയ്യുക, വീട്ടിന്റെ അല്ലെ ഗൃഹാന്തരീക്ഷത്തിൽ എന്ത് ചെയ്യണം, അവള് അല്ലെ സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. സോ അവൾക്ക് പണിയൊന്നുമില്ല അല്ലെ, എന്ത് ചെയ്താൽ മതി, അവൾ അവിടെ ഇരുന്നാൽ മതി അല്ലെ. പുരുഷൻ എന്ത് ചെയ്തോളും, പുറത്തു പോയി അല്ലെ ജോലി ചെയ്ത് കൊണ്ടുവരും. സോ അവൾ എന്ത് ചെയ്താൽ മതി, അവന്റെ കാര്യങ്ങൾ ചെയ്ത് അല്ലെ എന്തായി അവന്റെ സൈഡില് അല്ലെ നിന്നാൽ മതി എന്നുള്ളതാണ്. ആ ഒരു ഡൊമസ്റ്റിക് ബ്ലിസ് അല്ലെ, സ്ത്രീകൾക്ക് എപ്പോഴും എന്താണ്, ഒരു പണിയുമില്ല അല്ലെ. നിനക്ക് പല പുരുഷന്മാരും ആ ഒരു ടോക്ക്, അങ്ങനെയുള്ള രീതിയിൽ ഒരു സംസാരം അല്ലെ സ്ത്രീകളോട് പറയാറുണ്ട്. നോക്കിയാൽ മതി അല്ലെ, നിങ്ങൾ വീട്ടിൽ പോലും നോക്കിയാൽ മതി, എന്ത് അല്ലെ, ജോലി എടുത്ത് വരുന്നവൻ പുരുഷൻ അല്ലെ, സ്ത്രീ എന്താണ്, എന്താ ജോലി എന്ന് ചോദിച്ചാൽ അല്ലെ, പലപ്പോഴും നമ്മൾ പല കോളങ്ങളും അല്ലെ ഫിൽ ചെയ്യുമ്പോൾ എന്താ സ്ത്രീക്ക് ജോലി എന്ന് ചോദിച്ചാൽ അല്ലെ ഒരു ജോലിയുമില്ല, അവൾ വെറുതെ ഇരിക്കുകയാണോ. സോ നമ്മൾ ചോദിക്കണം അല്ലെ, ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അവൾ അല്ലെ വെറുതെ ഇരിക്കുന്നവളാണോ. സോ കവിതയിൽ നമ്മൾ ആ ഒരു ചിത്രമാണ് കാണുന്നത് അല്ലെ. നോക്കാം, നമുക്ക് കവിത പറയുമ്പോൾ പറയാം. സോ പല കഥകളും എന്താണ് ചെയ്യുന്നത്, സ്ത്രീയെ അല്ലെ വീട്ടിൽ അടങ്ങിയിരിക്കുന്നവളായിട്ട് ചിത്രീകരിക്കുകയാണ്. ബട്ട് അല്ല, അത് ഒക്കെയും എന്താണ്, ആന്റി വിമൻ ആണ്. സ്ത്രീകൾക്ക് അല്ലെ ഒരു തരത്തിൽ സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള അല്ലെ ഒരു വ്യാഖ്യാനമാണത് അല്ലെ, സ്ത്രീ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവൾ എന്നുള്ള അല്ലെ ആ ഒരു ഐഡിയ. പല കഥകളും അല്ലെ അങ്ങനെ ഒരു ഐഡിയ ആണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ ഇത് കേട്ട് വളരുന്ന അല്ല സ്ത്രീകൾ അല്ലെ, പിന്നെ ഗേൾസ് എന്ത് ചെയ്യും, അത് തന്നെ അല്ലെ തുടർന്ന് വരികയും ചെയ്യും. സോ സ്ത്രീ എന്ന് പറയുന്നല്ല ഇങ്ങനെ ഇരിക്കണം എന്നുള്ള ഐഡിയ അവർ തുടർന്ന് വരിക. It raises numerous questions regarding the role of women in society. സോ നമ്മുടെ കവിത ഒരുപാട് ചോദ്യങ്ങൾ അല്ലെ, സമൂഹത്തിൽ സ്ത്രീയുടെ സ്ഥാനത്തെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കവിത. എന്തൊക്കെയാണ്? Why is she still invisible in certain spaces? സോ എന്തുകൊണ്ടല്ലേ സ്ത്രീകൾ പല സ്ഥലങ്ങളിലും ഇപ്പോഴും അല്ലെ വെറും എന്താണ് വിരലിൽ എണ്ണാവുന്നവർ മാത്രമായി ഒതുങ്ങി പോകുന്നു, അല്ലെങ്കിൽ ചില സ്ഥലത്ത് അല്ലെ അവളെ കാണാനേ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു അല്ലെ, റിലീജിയസ് പ്ലേസസിൽ നോക്കിയാൽ മതി, എവിടെയും അല്ലെ ഒരു സ്ത്രീ എന്താണ് ഒരു പൂജാരിയായിട്ട് അല്ലെ പൂജാരിണിയായിട്ട് എവിടെയും വരുന്നില്ല എന്നുള്ളതാണ്. Does she exist in the scheme of things at all? സോ ചില സ്ഥലത്ത് നമ്മൾ ചോദിക്കേണ്ടി വരും അല്ലെ, സ്ത്രീ എന്ന ഒരു ആൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? How is she prevented from playing a significant role in society? സോ അല്ലെ സമൂഹത്തിൽ ഒരു മെയിൻ അല്ലെ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതിൽ നിന്നും അല്ലെ അവളെ എന്തൊക്കെയാണ് വിലക്കുന്നത്, അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സ്ത്രീക്ക് തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. What are the instruments employed for marginalization of women in contemporary Kerala? സോ എന്തൊക്കെയാണ് അല്ലെ സമകാലിക നമ്മുടെ കേരളം അല്ലെ ഇന്നത്തെ കേരളം എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ അല്ലെ നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങളാണ് ഒരു സ്ത്രീക്കുള്ളത്. നമ്മൾ ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയുന്നുണ്ട്, എന്നിട്ടും അല്ലെ നമ്മൾ ഫെമിനിസത്തിന്റെ ആവശ്യകത അല്ലെ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ എന്താണ്, സ്ത്രീകൾ ഇപ്പോഴും അല്ലെ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അല്ലെ ഫെമിനിസം എന്ന് പ്രൊജക്ട് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. സോ if we discuss feminism still today, of course we have to know that എന്താണ് സ്ത്രീകൾ ഇപ്പോഴും അല്ലെ വിമൻ സ്റ്റിൽ സഫർ അല്ലെ, they still struggle to come forward in society അല്ലെ, which really put so many bars before her എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു കവിത പറയുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു അല്ലെ എന്താണ് വെറും ഒരു സർഫേസ് ലെവലിൽ വായിച്ച് തീർക്കേണ്ട ഒരു കവിതയല്ല. സോ നമുക്ക് കുറച്ച് ടേംസ് ആൻഡ് കോൺസെപ്റ്റ്സ് നോക്കാം. സോ ഡിനോട്ടേഷൻ ആൻഡ് കൊനോട്ടേഷൻ അല്ലെ, കൊനോട്ടേറ്റീവ് മീനിങ് ആൻഡ് ഡിനോട്ടേറ്റീവ് മീനിങ്. സോ ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വേർഡിന്റെ മീനിങ്, അതായത് ഒരു വേർഡിന്റെ ലിറ്ററൽ മീനിങ് എന്താണോ അതാണ് ഡിനോട്ടേഷൻ. ബട്ട് നമ്മൾക്ക് എന്താണ് ഒരു വേർഡ് അല്ലെ വേറെ രീതിയിൽ നമുക്ക് അതിനെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വായിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതിനെ എന്ത് പറയും,
കൊണോട്ടേഷൻ എന്ന് പറയും. നമുക്കല്ലേ ആ ഒരു വേർഡിനെ അല്ലെ നമ്മുടെ മീനിങ് എന്താണ്, കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ മറ്റുള്ളവരുടെ മീനിങ് ആയിരിക്കില്ല നമുക്ക് ഒരു വേർഡിന്, അല്ലെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നമ്മളല്ലേ ഒരു വേർഡിന് മാറ്റമുണ്ടാവാം അല്ലെ. അത് അങ്ങനെയുള്ള എന്താണ് വ്യക്തിപരമായ രീതിയിലല്ലേ ഒരു വാക്കിന്റെ മീനിങ്ങിനെ വ്യാഖ്യാനിക്കുന്നതാണ് എന്ത് കൊനോട്ടേഷൻ എന്ന് പറയും. സോ ഡിനോട്ടേറ്റീവ് മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ അല്ലെ ജസ്റ്റ് ഡിക്ഷണറിയിൽ നോക്കിയാൽ കിട്ടുന്ന മീനിങ്. സോ അതിനപ്പുറത്തോട്ട് ഒരു വാക്കിന് എന്തുണ്ടാവും, മീനിങ്സ് ഉണ്ടാവും. സോ നമ്മുടെ കവിതയിൽ നോക്കിയാൽ നമുക്ക് ഒരുപാട് അങ്ങനെയുള്ള മീനിങ്സ് കാണാൻ പറ്റും. ലിറ്ററൽ മീനിങ് അല്ലെ ഒറിജിനൽ മീനിങ്. ബട്ട് അതിനപ്പുറത്തോട്ടല്ലേ നമ്മൾക്ക് എന്താണ് വ്യാഖ്യാനിച്ച് ഒരു സന്ദർഭത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റിയ മീനിങ്സും ഉണ്ടാവും. സോ അതാണ് പറയുന്നത്. നെക്സ്റ്റ് ഐഡിയ ആണ് കൗണ്ടർ നെറേറ്റീവ്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ കൗണ്ടർ നെറേറ്റീവ്സ്? It refers to texts written from the perspectives and voices of the marginalized. സോ എന്താണ് മെയിൻ ആയിട്ടുള്ള നെറേറ്റീവ്സിൽ നിന്നും മാറിയിട്ടില്ല അല്ലെ. സോ അത് അടിച്ചമർത്തപ്പെട്ട ആൾക്കാരുടെ ശബ്ദം, അതിനാണ് എന്ത് പറയാ കൗണ്ടർ നെറേറ്റീവ്സ്. സോ നെറേറ്റീവ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ വോയിസസ് ആണ്. സോ കൗണ്ടർ നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ, കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ എതിർ എന്നുള്ള മീനിങ് ആണ് അല്ലെ, തിരിച്ചുള്ള എന്നുള്ളതാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അല്ലെ കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയും. സോ ഒരു ചോദ്യത്തിന് മറു ചോദ്യം എന്ന് പറയില്ലേ, അതാണ്. സോ ഒരു നെറേറ്റീവിന് ഒരു മറു നെറേറ്റീവ്, അതായത് അല്ലെ അടിച്ചമർത്തപ്പെട്ടവരൊക്കെയും അല്ലെ ഇപ്പോ ശബ്ദം ഉയർത്താൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ. നമ്മുടെ സമൂഹം അല്ലെ മാറി വരുന്നതിന്റെ ഒരു സൈനാണ്, എന്ത് ഒരു സൂചനയാണ് അല്ലെ ഈ ഒരു അടിച്ചമർത്തപ്പെട്ടവന്റെ സ്വരം. സോ സ്ത്രീകളല്ലേ, നമ്മൾ ആൾറെഡി പറഞ്ഞു ഫെമിനിസം കൊണ്ട് അല്ലെ ആ ഒരു ഐഡിയ ഉള്ളത് കൊണ്ട് എന്താണ് ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. സോ അവരുടെ ശബ്ദമല്ലേ എന്താണ് ശരിക്കും അല്ലെ ഒരു കൗണ്ടർ നെറേറ്റീവ് ആണ്. അതുവരെയുള്ള അല്ലെ മെയിൽ ഡോമിനേറ്റഡ് ശബ്ദം അല്ലെ പുരുഷ ശബ്ദം. സോ അതിന് മറുപടിയായിട്ട് എന്താണ് ഒരു സ്ത്രീ ശബ്ദം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ കവിത പ്രൊജക്ട് ചെയ്യുന്നതും കൗണ്ടർ നെറേറ്റീവ് ഐഡിയ ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സോ നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് കവിത അല്ലെ ഒരു കൗണ്ടർ നെറേറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ എസ്സേ എഴുതണം എന്നുള്ളതാണ്. സോ നമ്മൾ പറഞ്ഞു പുരുഷന്റെ കാഴ്ചപ്പാടിലൂടെയാണ് എപ്പോഴും കവിത പലപ്പോഴും അല്ലെ പുറത്തു വരുന്നത്. സ്ത്രീകളുടെ കാഴ്ചപ്പാടിലൂടെ വരുന്നുണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും, ഒരു പുരുഷനായിരിക്കും ആ കവിത എഴുതിയിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ കവിതകളും അല്ലെ സ്ത്രീയെ പറ്റിയില്ല അല്ലെ ഗ്രേറ്റ് ആയിട്ടുള്ള എല്ലാ ബുക്കുകളും എഴുതിയിട്ടുള്ളത് ആരാണ്? പുരുഷനാണ്. സോ ആ ഒരു അല്ലെ സ്ത്രീയെ പറ്റി എഴുതുന്നത് സാഹിത്യത്തിൽ വളരെ കുറവാണ്. സോ അല്ലെ സ്ത്രീയെ പറ്റി എഴുതിയ ഒരു വർക്ക് ഗ്രേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു വർക്ക് എഴുതിയത് ആരായിരിക്കും? പുരുഷനായിരിക്കും. സോ അതിൽ നിന്ന് മാറി അല്ലെ എന്താണ് ഒരു സ്ത്രീയുടെ അനുഭവം അല്ല സ്ത്രീയാൽ തന്നെ പുറത്തു വരുന്നതാണ് നമ്മൾ ഈ ഒരു സമകാലികമായ സാഹിത്യത്തിന്റെ ആ ഒരു ശബ്ദത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു വ്യത്യാസം. സോ അതുവരെ അല്ലേ എന്താണ് ടോൾസ്റ്റോയി എഴുതിയ അല്ലെ അന്ന കരീനീന അല്ലെങ്കിൽ കുമാരൻ ആശാന്റെ ലീല. സോ എല്ലാം നോക്കിയാലല്ലേ എന്താണ് പുരുഷനാണ് സ്ത്രീക്ക് ശബ്ദം നൽകിയിട്ടുള്ളത്. സോ അല്ല അതും അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? സ്ത്രീയുടെ അല്ലെ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള അവളുടെ ദുരന്തങ്ങൾ. സോ അവളുടെ കണ്ണുനീരിലൂടെ അല്ലെ എന്ത് ചെയ്യുക, വായനക്കാരനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അല്ലാതെ അല്ലെ ഒരു സ്ത്രീയുടെ ശക്തി എന്നുള്ളത് എവിടെയും ആഘോഷിക്കപ്പെടുന്നില്ല അല്ലെ. നെവർ ഇൻ ലിറ്ററേച്ചർ the power of a woman is celebrated. Only her weakness, only her tears that they have gone to celebrate through literature. സാഹിത്യത്തിലൂടെയല്ലേ അതാണ് ആഘോഷിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലാതെ സ്ത്രീയുടെ ശക്തി അല്ലെ. സോ അങ്ങനെ സ്ത്രീയുടെ ശക്തി എവിടെയെങ്കിലും ഒരു സാഹിത്യത്തിൽ അല്ലെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടാലോ എന്താവും? then അല്ലെ ഷീ ഈസ് കോൾഡ് ആരഗന്റ് അല്ലെ. അവളെന്താണ് അവളല്ലേ എന്താണ് കുലസ്ത്രീകൾക്ക് അല്ലെ ഒരു നാണക്കാടാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അല്ലെ ഐഡിയ ആണ് വരിക. ഈ ഒരു കവിതയിൽ എന്താണ് കൗണ്ടർ നെറേറ്റീവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം കവിതയിലെ നമ്മുടെ
വ്യക്തി, ആ ഒരു നെറേറ്റർ അല്ലെ വ്യാഖ്യാതാവ് അല്ലെങ്കിൽ കവിത നമ്മളോട് പറയുന്ന ആള്. സോ കവിതയിലെ കഥാപാത്രം ആരാണ്? ഒരു സ്ത്രീയാണ്. സോ പുരുഷന്റെ കാഴ്ചപ്പാടിലൂടെയുള്ള വരികളല്ല. സോ സ്ത്രീ എന്ത് ചെയ്യാണ്? പുരുഷന്റെ ആറ്റിറ്റ്യൂഡിനെ സ്ത്രീയുടെ കണ്ണോടെ നോക്കി കാണുകയാണ് ഈ ഒരു കവിതയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഐഡിയ നോക്കാം. പേജ് നമ്പർ 64 നോക്ക്. എക്രിച്ചർ ഫെമിനൈൻ. സോ എക്രിച്ചർ ഫെമിനൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെലീൻ സിക്സു എന്ന് പറയുന്ന ഒരു, സോ ആ ഒരു നെയിം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പലരും അല്ലെ ഹെലേന സിക്സസ് എന്നൊക്കെ വായിക്കും. സോ അത് തെറ്റാണ്. എന്താണ് വായിക്കേണ്ടത്? പ്രൊനൗൺസ് ചെയ്യുക ഹെലീൻ സിക്സു. സോ ആ ഒരു ക്രിട്ടിക് എന്ത് പറഞ്ഞിട്ട് ദ ലോഫ് ഓഫ് മെറൂസ എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ വർക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്ന ടേമാണ് ഇത് എക്രിച്ചർ ഫെമിനൈൻ. സോ അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? ഫെമിനൈൻ റൈറ്റിംഗ് അല്ലെങ്കിൽ വിമൻസ് റൈറ്റിംഗ് എന്നുള്ളതാണ്. പെണ്ണെഴുത്ത് അല്ലെ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. വിമൻസ് റൈറ്റിംഗ് അല്ലെ, പെണ്ണെഴുത്ത്. സോ സ്ത്രീകൾ എന്ത് ചെയ്യാം? എഴുതുക. The term refers to writings which articulate the marginalized subject position of women. So സ്ത്രീകളുടെ അല്ലെ എന്ത് ചെയ്യുക? കാഴ്ചപ്പാടിൽ എഴുതപ്പെടുന്ന, സ്ത്രീകളാൽ എഴുതപ്പെടുന്ന വർക്കാണ്. സോ എക്രിച്ചർ ഫെമിനൈന എന്ന് പറഞ്ഞാൽ എന്താണ്? വിമൻസ് റൈറ്റിംഗ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ വർക്ക് എന്താണ്? അല്ല ആ ഒരു വിമൻസ് റൈറ്റിംഗിൽ വരുന്നതാണ്. സ്ത്രീ അല്ലെ എഴുതിയ, സ്ത്രീയെ പറ്റി അല്ലെ സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ എഴുതിയ വർക്കാണ്. സോ അതുകൊണ്ട് തന്നെയാണ് അതൊരു കൗണ്ടർ നെറേറ്റീവ് ആവുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ ആൾറെഡി തന്നിട്ടുള്ളതാണ്. ഇനി ഇതിനപ്പുറത്തോട്ടാണ് നമ്മുടെ ഡിസ്കഷൻ. സോ അതാണ് മെയിൻ ആയിട്ടുള്ള ഐഡിയാസ്. കാരണം ഇത്രയും അല്ല നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. സോ അതിനപ്പുറത്തോട്ട് എന്താണുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്, ആ ഒരു അല്ലെ ചോദ്യം അതാണ്. സോ നമുക്ക് നോക്കാം. സോ ഇവിടെ നോക്കുക. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഐഡിയ ആണ് എന്ത് കവിതയിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന ഒരു ഐഡിയ ആണ് യൂസ് ഓഫ് കോൺട്രാസ്റ്റ്. സോ കോൺട്രാസ്റ്റ്, രണ്ട് ലോകങ്ങളാണ് കവിതയിലുള്ളത്. സോ ഒന്ന് പുരുഷന്റെ ലോകം, സ്വയം ശക്തി കേന്ദ്രമെന്ന് അല്ലെ എന്താ അഭിമാനിക്കുന്ന പുരുഷന്റെ കാഴ്ചപ്പാട്. പിന്നെ എന്താണ് ഉള്ളത്? സ്ത്രീയുടെ കാഴ്ചപ്പാട്, അതായത് അടുക്കള ഭാഗത്ത് അല്ലെ ജോലി ചെയ്യുന്ന സ്ത്രീ അല്ലെ എങ്ങനെ കാര്യങ്ങളെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. സോ അങ്ങനെ അല്ലെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ആണ്. രണ്ട് കോൺട്രാസ്റ്റിംഗ് അല്ലെ വൈരുദ്ധ്യങ്ങളുടെ രണ്ട് ലോകങ്ങളാണ് സ്ത്രീയും പുരുഷനും അല്ലെ ആ ഒരു രണ്ട് ലോകത്ത് ജീവിക്കുന്നവരാണ് എന്നുള്ള ഒരു ഐഡിയ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കൗണ്ടർ നെറേറ്റീവ് അല്ലെ, ഒരു സ്ത്രീയുടെ എന്താണ് കാഴ്ചപ്പാടിലൂടെ വരുന്നു എന്നുള്ളത് കൊണ്ട് അല്ലെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നും വരുന്ന ഒരു ശബ്ദം എന്നുള്ള രീതിയിൽ കവിത എന്താണ് ഒരു കൗണ്ടർ നെറേറ്റീവ് എന്നുള്ള രീതിയിൽ വരികയാണ്. കാരണം നെറേറ്റീവ് എന്ന് പറയുന്നത് എന്താണ് പുരുഷനാണ് പലപ്പോഴും അല്ലെ വരുന്നത്. കൗണ്ടർ എന്ന് പറയുമ്പോൾ അല്ലെ എന്താണ് അതിന് പകരമായിട്ടുള്ള എന്നുള്ളതാണ്. മറു അല്ലെ നെറേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെറേഷനെ എന്ത് ചെയ്യാ ഒരു മറുപടി എന്നുള്ള രീതിയിൽ വരുന്ന ഒരു നെറേഷൻ. പിന്നെയുള്ള ഐഡിയ എന്ന് പറയുന്നത് എവറിഡേ റെസിസ്റ്റൻസ്. നിങ്ങൾ എൻ്റെ ആ ഒരു മൈ സിസ്റ്റേഴ്സ് ബൈബിൾ എന്നുള്ള ചാപ്റ്ററിന്റെ ഡിസ്ക്രിപ്ഷൻ, ആ ഒരു കവിതയുടെ ഡിസ്ക്രിപ്ഷൻ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഐഡിയ മനസ്സിലാവും. എന്താണ് എവറിഡേ റെസിസ്റ്റൻസ്? എന്താണ് എവറിഡേ റെസിസ്റ്റൻസ്? ആ ഒരു ഐഡിയ നമ്മുടെ ഈ ഒരു കവിതയിൽ വരുന്നുണ്ട്. സോ the poem projects the concept of everyday resistance. So this is a concept introduced by James Scott. James Scott എന്ന് പറയുന്ന ഒരു വ്യക്തി 1985 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഐഡിയ ആണ്. 1985 ജെയിംസ് സ്കോട്ട് കൊണ്ടുവന്ന ഐഡിയ ആണ് എന്ത് എവറിഡേ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എവറിഡേ സ്ട്രഗിൾ എന്നുള്ള ഐഡിയ. സോ എന്താണ് ഈ ഐഡിയ? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ്. ഒരു വ്യത്യസ്തമായ ഒരു റെസിസ്റ്റൻസ് ആണ്. നമ്മൾക്കല്ലേ പ്രൊട്ടസ്റ്റ് അറിയാം അല്ലെ, ഫൈറ്റ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. സ്ട്രഗിൾ നമ്മൾ ഓപ്പൺ ആയിട്ടല്ല പലപ്പോഴും ടി വിയിലൊക്കെ കാണുന്നതാണ് അല്ലെ. എന്ത് ചെയ്യുക, റെബല്യൻ അല്ലെ, റയറ്റ്, റെവല്യൂഷൻ അല്ലെ, വിപ്ലവങ്ങൾ, ഇതൊക്കെ എന്താണ് പ്രത്യക്ഷമായിട്ടല്ലേ എന്തിനെങ്കിലും വെല്ലുവിളിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ
റവല്യൂഷനും അല്ലെ ഫൈറ്റും ഒക്കെ. ബട്ട് എന്ത് ചെയ്യാറുണ്ട് നമ്മൾ പലപ്പോഴും അല്ലെ നിത്യജീവിതത്തിൽ നമ്മൾ പലതും അല്ലെ സൈലന്റ് ആയിട്ട് സഫർ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക, പ്രതിഷേധിക്കാറുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഒരു സ്ത്രീ അല്ലെ, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീ, അവളുടെ അല്ലെ എന്താണ് വീർപ്പ് മുട്ടൽ അല്ലെ പലപ്പോഴും എങ്ങനെ എക്സ്പ്രസ് ചെയ്യും, പാത്രങ്ങൾ അല്ലെ കുറച്ച് ശബ്ദത്തിൽ വലിച്ചെറിഞ്ഞിട്ടല്ലേ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ഒരു തരം അല്ലെ ആറ്റിറ്റ്യൂഡ് കാണിക്കാറുണ്ട്. അതെന്തല്ല, ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫൈറ്റ് അല്ല, അല്ല അതെന്താണ്, നിശബ്ദമായിട്ടുള്ള ഒരു സ്ട്രഗിളിൽ നിന്നും ഉണ്ടാവുന്ന അല്ലെ ഒരു ചെറിയൊരു എന്താണ് എക്സ്പ്രഷൻ ആണ്, അല്ലെ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അല്ലെ ചെറിയ രീതിയിൽ ആർക്കും അല്ലെ എന്തില്ലാത്ത, ഹാം ഇല്ലാത്ത അല്ലെ ആരെയും വേദനിപ്പിക്കാത്ത ടൈപ്പുള്ള ഒരു പ്രതിഷേധം അല്ലെ നിശബ്ദമായ സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ രീതിയാണ്. സോ അതാണ് എന്ത് എവറിഡേ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ കവിതയിലും അതാണ് കാണുന്നത്, എവറിഡേ റെസിസ്റ്റൻസ്. ബിക്കോസ് നമ്മുടെ കവിതയിൽ എന്താണ് മെയിൻ ഐഡിയ, ഭാഗവത എന്നാണ് ടൈറ്റിൽ അല്ലെ. സോ ഭാഗവത നമുക്ക് ടൈറ്റിലൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ജസ്റ്റ് ഒന്ന് പറയാം, എന്നാലേ നമുക്ക് ഞാൻ പറയുന്ന ഈ ഒരു ഐഡിയ മനസ്സിലാവും. കാരണം ഭാഗവത വായിക്കാൻ അല്ലെ ഒരു സ്ത്രീയെ എന്ത് ചെയ്യാണ്, സ്ത്രീ അടുക്കളയിൽ തിരക്കിട്ട പണിയിലാണ്, അവളുടെ പണി രാത്രിയല്ല ഏറെ ആയിട്ടും അല്ലെ കഴിഞ്ഞിട്ടില്ല. സോ പുരുഷൻ എന്താണ്, പുരുഷന്റെ ജോലി എപ്പോഴും അല്ലെ എന്താണ് ഈവനിങ് ആകുമ്പോഴേക്കും കഴിയും. അവൻ എന്ത് ചെയ്യും അല്ലെ, കുളിച്ച് റെഡിയായി അല്ലെ അവന്റെ ബാക്കി കാര്യങ്ങൾ, അതായത് പ്രാർത്ഥന അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുകുന്നവനാണ് പുരുഷൻ. അതായത് അല്ലെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി അല്ലെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നവനാണ് പുരുഷൻ എന്നുള്ളതാണ് ആ ഒരു ഐഡിയ. അത് കിട്ടാത്തവളാണ് ആര്, സ്ത്രീ അല്ലെ. രാത്രി വൈകുവോളം എന്തുണ്ടാവും അല്ലെ, ഓരോരുത്തർ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം കഴുകുക, ഇങ്ങനെയുള്ള പണികളൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ എന്തില്ല അല്ലെ ആത്മമോക്ഷത്തിനായിട്ടുള്ള അല്ലെ ഒരു പ്രാർത്ഥനാ രീതിയിലോട്ട് ഉയരുന്ന അല്ലെ ഒരു ഡിവോഷനിലോട്ട് വരാൻ അവൾക്കൊരിക്കലും കഴിയുന്നില്ല എന്നതാണ്. സോ അങ്ങനെ എന്താണ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന വൈഫിനെ എന്ത് ചെയ്യാണ്, ഹസ്ബൻഡ് അല്ലെ പുറത്തു നിന്നും വിളിക്കുകയാണ്, എന്ത് ചെയ്യാൻ അല്ലെ, ഞാൻ ഭാഗവതം വായിക്കാൻ എന്നത് കേൾക്കൂ എന്നുള്ളതാണ്, കേൾക്കാൻ വരൂ എന്നുള്ളതാണ്. ബട്ട് സ്ത്രീ എന്ത് ചെയ്യുന്നു, സ്വയം പറയുകയാണ് അല്ലെ എനിക്ക് അതിന് സമയമില്ല, കാരണം എനിക്ക് ഒരുപാട് ജോലികൾ ഇനിയും തീർക്കാനുണ്ട് എന്നുള്ളതാണ്. സോ അവൾ അല്ലേ പോകുന്നില്ല. സോ അത് തന്നെയാണ് എന്ത് പ്രതിഷേധം. ഒരു സൈലന്റ് പ്രൊട്ടസ്റ്റ് ആണ് ഇവിടെ. നമ്മളെ അല്ലെ അവള് ജോലി വിളിച്ചിട്ട് അല്ലെ ഹസ്ബൻഡ് വിളിച്ചിട്ട് അവള് എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞത് ഒഴിവാക്കുകയാണ്. സോ ഇറ്റ് ഈസ് എ വേ ഓഫ് എവറിഡേ റെസിസ്റ്റൻസ്. ആ ഒരു എവറിഡേ റെസിസ്റ്റൻസിന്റെ ഒരു ഭാഗമായിട്ട് നമുക്കിത് കവിതയിലെ ഈ ഒരു കാര്യത്തെ വായിച്ചെടുക്കാം. ഇനി നെക്സ്റ്റ് നോക്കും നമ്മള് അവിടെ ഇറ്റാലോ കാൽവിനോ എന്ന് പറയുന്നത് നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു ഇറ്റാലിയൻ റൈറ്റർ ആണ്. സോ ഇറ്റാലോ കാൽവിനോ എന്ന് പറയുന്ന ഇറ്റാലിയൻ റൈറ്റർ പറഞ്ഞിട്ടുണ്ട് എന്ത്, എ ക്ലാസിക് ഈസ് എ ബുക്ക് ദാറ്റ് ഹാസ് നൗ ഫിനിഷ്ഡ് സേയിങ് വാട്ട് ഇറ്റ് ഹാസ് ടു സേ. അല്ലെ ഒരിക്കലും എന്താണ് പറയേണ്ടത് പറഞ്ഞ് അവസാനിപ്പിക്കാതെ അല്ലെ എന്ത് ചെയ്യുക, യുഗങ്ങളോളം അല്ലെ നിലനിൽക്കുന്ന ഒരു പുസ്തകത്തെയാണ് നമ്മളെ ക്ലാസിക്സ് എന്ന് പറയുക. കാരണം ക്ലാസിക്സ് എന്ന് അല്ലെ ഒരു എന്തെങ്കിലും ഒന്ന് ക്ലാസിക് ആണ് എന്ന് നമ്മൾ എപ്പോഴാ പറയാ, എല്ലാ കാലഘട്ടത്തിലും അല്ലെ ഒരുപോലെ ആളുകൾക്ക് എന്ത് ചെയ്യുക, ആളുകളെ രസിപ്പിക്കുക, ആളുകൾക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു വർക്കിനെയാണ് നമ്മൾ ക്ലാസിക് എന്ന് പറയുക. സോ നമ്മുടെ അല്ലെ ഈ ഒരു കവിതയുടെ മുകളിൽ തന്നെ ഈ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്കൊരു ചോദ്യം ചോദിക്കാം അല്ലെ, ഹൂ ഗെറ്റ്സ് ആക്സസ് ടു ദ ക്ലാസിക്സ്? ക്ലാസിക്സിൽ അല്ലെ ആർക്കാണ് ശരിക്കും അല്ലെ ക്ലാസിക്കിലേക്ക് പ്രവേശനം ആർക്കാണ്? സ്ത്രീക്ക് എപ്പോഴെങ്കിലും അതിലേക്ക് പ്രവേശനം ഉണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. സോ നമ്മൾ ഭാഗവത എന്ന് പറയുന്ന വർക്ക് അല്ലെ ആ ഒരു ഗ്രന്ഥം അല്ലെ ആ ഒരു എന്താണ് മതഗ്രന്ഥം അല്ലെ അത് എന്താണ് ഒരു ക്ലാസിക് വർക്കാണ് എന്നും അല്ലെ എല്ലാ കാലത്തും എന്താണ് മഹത്തരമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് ഭാഗവത. ബട്ട് അല്ലെ അതിലേക്ക് എന്തില്ല, നമ്മൾ പറഞ്ഞു അല്ലെ ഒരിക്കലും സ്ത്രീക്ക് എന്ത് കിട്ടുന്നില്ല, ഒരു പ്രവേശനം അതിലേക്ക് കിട്ടുന്നില്ല. കാരണം അവൾക്ക് എന്തില്ല, ഷി നെവർ ഗെറ്റ്സ് ടൈം എനഫ് ടു ഗോ ത്രൂ ദി വർക്ക് അല്ലെ, ആ ഒരു സമയം അവൾക്ക് കിട്ടുന്നില്ല. പണി അല്ലെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയം അല്ലെ നേരമില്ല എന്നുള്ളതാണ്. അടുക്കള പണി രാത്രി വൈകുവോളം അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നവളാണ്. സോ ക്ലാസിക് എന്ന് പറയുന്നത് അല്ലെ ഹൂ റിയലി ഗെറ്റ്സ്
ആക്സസ് ടു ദ ക്ലാസിക്സ് എന്നുള്ള ചോദ്യം നമ്മളിവിടെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. സോ ഭാഗവത എന്ന് പറയുന്ന ടൈറ്റിൽ ഇനി നമുക്ക് നോക്കാം. സോ അല്ല നമ്മൾ പറഞ്ഞു എന്താണ് ഭാഗവത ഈസ് വൺ ഓഫ് ദി ഹിന്ദുയിസംസ് 18 ഗ്രേറ്റ് പുരാണാസ് അല്ലെ. ഹിന്ദുയിസത്തിൽ പറയുന്ന 18 അല്ലെ മഹത്തരമായ പുരാണങ്ങളിൽ ഒന്നാണ് ഏത് ഭാഗവതം. സോ ഇത് വളരെ സിംബോളിക് ആണ്. നമ്മുടെ കവിതയ്ക്ക് വളരെ സിംബോളിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഭാഗവതം എന്നുള്ള മതഗ്രന്ഥം കൊണ്ട് ഇവിടെ കവയിത്രി എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്നത്. സോ ഭാഗവതത്തിന്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു മതഗ്രന്ഥത്തിന്റെ ഐഡിയ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊമോട്ട്സ് ഭക്തി, അതായത് ഭക്തി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ലോർഡ് കൃഷ്ണ അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറയുന്ന അല്ലെ ത്രിമൂർത്തികളിൽ ഒരാളാണ്. അതായത് ഹിന്ദു അല്ലെ ഗോഡ്സിൽ 3 ഗ്രേറ്റ് ആയിട്ടുള്ള ഗോഡ്സ് അല്ലെ, ശിവ, വിഷ്ണു ആൻഡ് ബ്രഹ്മാവ്. സോ ഇങ്ങനെയുള്ള 3 ആൾക്കാരാണുള്ളത്. അതിലൊരു ആളായ അല്ലെ വിഷ്ണു ആ ഒരു ഗോഡിനോടുള്ള ഭക്തി പ്രൊജക്റ്റ് ചെയ്യാം. സോ അങ്ങനെ ഭക്തിയുടെ ഐഡിയ പ്രൊജക്റ്റ് ചെയ്ത് എന്ത് ചെയ്യാം? ആത്മമോക്ഷം നേടുക അല്ലെ സ്വയം മോക്ഷത്തിലേക്ക് എത്തുക എന്നുള്ള ഐഡിയ ആണ് ഭാഗവതം പ്രൊജക്റ്റ് ചെയ്യുന്ന ഐഡിയ. സോ ഭാഗവതം വായിക്കുന്നതും അതിനു വേണ്ടിയാണ്. സോ നമ്മൾ ഇത് വളരെ സിംബോളിക് ആണ്. ഈ ഒരു കാര്യം ഓർമ്മിക്കുക. എന്തിനു ഭാഗവതം വായിക്കുന്നു, സോ എങ്ങനെ വായിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ആ ഒരു കാര്യവും ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് ആദ്യം ഭാഗവതത്തിന്റെ സിംബോളിസം പറയാം, അത് കഴിഞ്ഞിട്ട് എങ്ങനെ വായിക്കുന്നു എന്നുള്ളത് പറയാം. സോ ഭക്തി ഈസ് ദ മെയിൻ ഐഡിയ. സോ എന്ത് ചെയ്യാം? ഭാഗവത വായനയിലൂടെ ഭക്തിയുടെ ലെവലിലോട്ട് ഉയരുക. സോ അങ്ങനെ ഉയർന്ന് എന്ത് ചെയ്യാം? ഒരാളുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുക, പ്യൂരിഫിക്കേഷൻ ഓഫ് വൺസ് സോൾ എന്നുള്ള ഐഡിയ ആണ് ഈ ഒരു ഭാഗവതം പ്രൊജക്റ്റ് ചെയ്യുന്നത്, അതിന്റെ വായന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഭാഗവതം ഡിസ്കസസ് എ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ്. ഒരുപാട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഇത് ഭാഗവതം. കാരണം നമുക്കറിയാം അല്ലെ, ഒരു മനുഷ്യനെ അല്ല ആത്മാവിനെ അല്ലെ അതിനെ ഉയർത്തുക എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും ആ ഒരു കാര്യം സാധ്യമാകണം. സോ നമ്മുടെ ഭാഗവതത്തിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്? ജോഗ്രഫി, മ്യൂസിക്, ഡാൻസ്, യോഗ, കൾച്ചർ. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊജക്ട്സ് ദി ഐഡിയ ഓഫ് ധർമ്മ. സോ ധർമ്മം എന്നുള്ളതാണ്, ധർമ്മം എന്നുള്ള ഐഡിയ പ്രൊജക്ട് ചെയ്യുക അല്ല, എന്നിട്ട് ഭക്തിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. സോ ദ ഐഡിയ ഇസ് ദാറ്റ് ഭക്തി അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു സെൽഫ് നോളജ്, അതായത് സാൽവേഷൻ, മോക്ഷം എന്ന് പറയില്ലേ നമ്മളെ. സോ ഭക്തിയിലൂടെ എന്ത് ചെയ്യുക? ആത്മാവിനെ ശുദ്ധീകരിച്ച് മോക്ഷം പ്രാപിക്കുക, ദൈവത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ ദൈവത്തിലേക്ക് അല്ലെ എപ്പോഴും എത്താൻ ഈസി ആക്സസ് ആർക്ക് മാത്രമാണ്? നമ്മുടെ ആ ഒരു ഭൗതിക ലോകത്ത് നോക്കുകയാണെങ്കിൽ അല്ലെ പലപ്പോഴും പുരുഷന്മാർക്ക് മാത്രമാണ് അതിനുള്ള സൗകര്യം അല്ലെ, ദൈവത്തെ സേവിക്കാൻ. അവന്റെ അല്ലെ ഏറ്റവും അടുത്ത് നിന്ന് അല്ലെ കൊണ്ട് ദൈവത്തെ സേവിക്കാൻ പുരുഷന് മാത്രമേ അല്ലെ എപ്പോഴും റൈറ്റ് ഉള്ളൂ. അത് ഏത് റിലീജിയനിലാണെങ്കിലും അങ്ങനെയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഐഡിയ ഭാഗവത അല്ലെ നമ്മൾ പറഞ്ഞു വായിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു അല്ലെ, മോക്ഷമാണ്. എങ്ങനെ വായിക്കുക? സോ നമ്മളല്ലേ എല്ലാ മതഗ്രന്ഥങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലെ, മതഗ്രന്ഥങ്ങൾ പലപ്പോഴും വായിക്കാൻ അല്ലെ എല്ലാവരും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്? അത് അല്ലെ കവിതാരൂപത്തിൽ എഴുതപ്പെട്ടതായിരിക്കും പലതും. സോ നമ്മളത് എങ്ങനെ വായിക്കണം? അല്ലെ ഉച്ചത്തിൽ വായിക്കുക എന്നുള്ളതാണ് അല്ലെ. സൈലന്റ് റീഡിങ് അല്ല അല്ലെ മതഗ്രന്ഥങ്ങളിൽ പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്നത്. എന്ത് ചെയ്യുക അല്ലെ, പാരായണമാണ് അല്ലെ, നമ്മുടെ എന്ത് ചെയ്യുക, റെസിറ്റേഷൻ ആണ്. സോ എന്ത് ചെയ്യുക, മറ്റുള്ളവർ കേൾവിക്കാരനിലേക്ക് ആ മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ വായിക്കുന്നതിനോടൊപ്പം നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക, അതിലേക്ക് ആകർഷിക്കുക. സോ നമ്മളല്ലേ പല റിലീജിയനിലും എല്ലാ റിലീജിയനിലും പ്രൊജക്റ്റ് ചെയ്യുന്ന ഐഡിയ ആണ് എന്ത്, നമ്മുടെ റിലീജിയനിലേക്കല്ലേ ഒരാളെ ആകർഷിക്കുന്നതിലൂടെ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യും, മോക്ഷം പ്രാപിക്കും. സോ ഞാൻ അല്ലെ ഇപ്പൊ എന്ത് ചെയ്യാണ്, നിങ്ങളെ അല്ലെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ അല്ലെ ഞാൻ കുറച്ച്
കാര്യങ്ങളല്ലേ ചെയ്യാണ്. ഞാൻ ഭാഗവതം വായിക്കുന്നതിലൂടെ ഉച്ചത്തിൽ വായിക്കുന്നതിലൂടെ നിങ്ങൾ ദൈവത്തിലേക്ക് കുറച്ചുകൂടി അടുക്കുമെങ്കിൽ അതിന്റെ പുണ്യം ആർക്ക് കിട്ടും? എനിക്ക് കിട്ടും. സോ ഇവിടെ ഈ ഒരു ഐഡിയ ഇമ്പോർട്ടൻ്റ് ആണ്, ഭാഗവതം എങ്ങനെ വായിക്കുന്നു എന്നുള്ളത്. സോ ഉച്ചത്തിലല്ലേ ഭാഗവതം വായിക്കുമ്പോൾ എന്ത് ചെയ്യാം? ഞാൻ ഉച്ചത്തിൽ വായിക്കുകയാണ്, ഒരു പുരുഷനല്ല ഉച്ചത്തിൽ ഭാഗവതം വായിക്കുകയാണ്. അത് വായിക്കാൻ ഒരു സ്ത്രീയെ ക്ഷണിക്കുമ്പോൾ സോ പുരുഷൻ അവിടെ സ്ത്രീയെ എന്താണ് ആ മതഗ്രന്ഥത്തിലേക്ക് അടുപ്പിക്കാനല്ല അത് ചെയ്യുന്നത്. എന്തിനാണ് അവൻ അത് ചെയ്യുന്നത്? പിന്നെ വൈ ഹി ഡസ് ഇറ്റ്? ബിക്കോസ് ഹി വാണ്ട്സ് ടു ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ജസ്റ്റ് ലീഡിങ് ദാറ്റ് വുമൻ ടു ദ റിലീജിയൻ. ഒരു റിലീജിയനിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് എന്ത് ചെയ്യുക? ആ സ്ത്രീയെ കുറച്ചുകൂടി അടുപ്പിക്കാൻ അവന് കഴിയുകയാണെങ്കിൽ അതിൻ്റെ പുണ്യം ആർക്ക് കിട്ടും? ആ പുരുഷന് കിട്ടും. അപ്പോഴും ആ ഒരു സെൽഫിഷ് ആറ്റിറ്റ്യൂഡാണ്. സോ ഭാഗവത വായനയ്ക്ക് ക്ഷണിക്കുമ്പോൾ സോ പുരുഷൻ എന്താണ് ചെയ്യുന്നത്? ശരിക്കും ഞാൻ വായിക്കുന്നത് കേൾക്കാൻ നീ വരൂ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? നിനക്ക് അത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, എന്തിനാണ്? സോ നിന്നെ കുറച്ച് ദൈവത്തോട് നീ അടുക്കുകയാണെങ്കിൽ അതിന്റെ പുണ്യം എനിക്ക് കിട്ടും. സോ അങ്ങനെ ഒരു വായനയാണ് നമ്മൾ ഈ കവിതയിൽ നടത്തേണ്ടത്. സോ അതിന്റെ പല തലങ്ങളും ഉണ്ട് നമ്മൾക്ക് വ്യാഖ്യാനിക്കാനായിട്ട്. അത് കവിത പറയുമ്പോൾ നമുക്ക് പറയാം. നമുക്ക് ആ ഒരു ടൈറ്റിൽ പറഞ്ഞു, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കവിത ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. At dusk you take your holy dip, and away from the noises of the world you read aloud the sacred book Bhagavata. Why don't you come on? Listen, you keep calling me, but I am busy by the fire cooking the meal for you. 100 plates and pots remain to be washed, and 100 little things chorus for tomorrow. With my soot-blackened hands, I turn the leaves of a mighty Bhagavata that will end only when my life ends, and I willingly go on reading it. But you never come to hear me. So ഇതാണ് കവിത പറയുന്നത്. ഒരു സ്ത്രീ ദ സ്പീക്കർ ഈസ് എ വുമൺ. എവിടെയും എടുത്തു പറയുന്നില്ല അതൊരു സ്ത്രീയാണെന്ന്. ബട്ട് വി നോ ദാറ്റ് സോ അങ്ങനെ പറയാതെ കൂടി നമ്മളല്ലേ അത് മനസ്സിലാക്കുകയാണ് കവിതയുടെ സ്പീക്കർ ആരാണെന്ന്. എന്തുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കുന്നത്? വൈ വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈവൻ ഇഫ് ദ പോയിറ്റസ് never projects, never explicitly makes mention that idea. ഹു ഇസ് ദ സ്പീക്കർ എന്ന് ഒരിക്കലും പറയുന്നില്ല. എന്നിട്ടും നമ്മൾ അത് മനസ്സിലാക്കുകയാണെങ്കിൽ, കാരണം നമുക്കറിയാം എന്താണ്, അടുക്കളയിൽ ഉള്ള ആളാണെങ്കിൽ അത് ആരായിരിക്കും? സ്ത്രീ ആയിരിക്കും എന്നുള്ളതാണ്. സോ ആ ഒരു ഐഡിയയെ തന്നെയാണ് കവയിത്രി ഇവിടെ കളിയാക്കുന്നത് അല്ലെ. കാരണം ഞാൻ, നീ എന്നിവിടെ യു ഐ എന്നുള്ള ഐഡിയ ഈ കവിതയിൽ വരുന്നുണ്ട്. പക്ഷെ ആരാണ് യു, ആരാണ് ഐ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പേട്രിയാർക്കൽ കൾച്ചർ നമ്മളിലേക്ക് ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു ഭാരങ്ങളിലൂടെയാണ് അല്ലെ. സോ ആ ഒരു ഭാരത്തിൽ വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ള സ്പേസ് ഏതാണ്? അടുക്കളയാണ്. സോ അത് നമ്മുടെ അറിവ്, സോ അതിൽ പോലും എന്തുണ്ട്, നമ്മുടെ അറിവിൽ പോലും എന്താണ് പേട്രിയാർക്കൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ള സോ ശരിക്കും കവയിത്രി നമ്മളെ കളിയാക്കുക തന്നെയാണ് ഇവിടെ. സോ നിങ്ങൾ ഞാൻ എന്ന് പറയുന്ന കവിതയുടെ ആ ഒരു സ്പീക്കറെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ശരിക്കും എന്താണ് നിങ്ങളുടെ ഉള്ളിലും എന്തുണ്ട്? ആ ഒരു പേട്രിയാർക്കൽ ഐഡിയ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇംപ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഞാൻ എന്ന് പറയുന്നത് മനസ്സിലാവില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്, പുരുഷന്മാർക്ക് എന്താ അടുക്കളയിൽ പണിയെടുത്തൂടെ? ബട്ട് നമ്മളല്ലേ എപ്പോഴും സ്ത്രീ എന്നാണ് മനസ്സിലാക്കുന്നത്. ബിക്കോസ് വി ആർ ഓൾസോ familiar with the idea that a patriarchy always tries to project that the place of kitchen is always the place for a woman, not for a man. സോ നമ്മൾ ക്യാരക്ടേഴ്സിനെ കവിതയിലെ ക്യാരക്ടേഴ്സിനെ ആൾറെഡി പറഞ്ഞു എന്ത് ചെയ്യാണ്? പുരുഷൻ ഉമ്മറത്ത് നമ്മുടെ എന്താണ് വീടിന്റെ കോലായിൽ ആ ഒരു ഇറയത്തെ കോട്ടയാടിൽ ഇരിക്കുകയാണ്.
സോ അവൻ എന്ത് ചെയ്യാണ് അല്ലെ ഈവനിങ്ങിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഭാഗവതം വായിക്കാനായിട്ട് അല്ലെ ഇനി എന്താണ് പണി അല്ലെ ജോലിയൊക്കെ കഴിഞ്ഞു ഇനി ആത്മമോക്ഷത്തിനായിട്ടുള്ള അല്ലെ കുറച്ച് വിളികളാണ് അല്ലെ ദൈവത്തോട് അടുക്കാനുള്ള കുറച്ച് ശ്രമങ്ങളാണ്. സോ സ്ത്രീക്ക് അതിനൊന്നും സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ഐറണി എന്ന് പറയുന്നത്. അല്ല ആ ഒരു വിരോധാഭാസം അതാണ് ഇവിടെ കാണുന്നത്. സോ യൂസ് ഓഫ് ഐറണി അല്ലെ വളരെയധികമാണ് ഈ കവിതയിൽ നമ്മൾ കാണുന്നത്. സോ നോക്കാം. At dusk you take your holy dip and away from the noises of the world you read aloud the sacred book Bhagavata. So at dusk. സോ ഇവിടെ അല്ലെ ഡസ്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഈവനിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഇരുട്ട് അല്ലെ സന്ധ്യാസമയം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ അറ്റ് ഡസ്ക് യു ടേക്ക് എ ഹോളി ഡിപ്പ് അല്ലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ആ ഒരു ദൈവികമായ അല്ലെ ഡിപ്പ് എന്ന് പറയുമ്പോൾ മുങ്ങുക എന്നാണ്. മുങ്ങുക എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കുളിക്കുക എന്നുള്ളതാണ്. സോ അല്ലെ ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്യുക ശരീരശുദ്ധി വരുത്തുക. സോ നിങ്ങളല്ലേ അത് ചെയ്യുന്നു. സോ ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അല്ലെ ഡെസ്ക് ആയിട്ടുമല്ലേ ഞാൻ അത് ചെയ്യാനല്ലേ എനിക്കത് പറ്റുന്നില്ല. സോ എന്താണ് എൻ്റെ ജോലി അപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ്. സോ എ മാൻസ് വർക്ക് അല്ലെ ദാറ്റ് ഫിനിഷസ് അറ്റ് ഡസ്ക് ബട്ട് എ വുമൻസ് വർക്ക് never finishes അല്ലെ even after the dusk, even after the night അല്ലെ she still keeps on working. സോ അതാണ് ഇവിടെ ഐഡിയ വരുന്നത്. സോ യു ടേക്ക് എ ഹോളി ഡിപ്പ് അല്ലെ ഹോളി ഡിപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളല്ലേ എന്ത് ചെയ്യുന്നു ഒരു ദൈവികമായ അല്ലെ കുളിയാണ് മുങ്ങിക്കുളി അല്ലെ. സോ അങ്ങനെ പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരു അല്ലെ കുറച്ചൊരു വിമർശനത്തിന്റെ ഒരു സ്വരം വരുന്നുണ്ട്. കാരണം എന്താണ് യു ആർ ഏബിൾ ടു അല്ലെ ഡിപ്പ് അതായത് മുങ്ങുക എന്ന് പറയുമ്പോൾ അല്ലെ ഒരു ജലത്തിൽ മുങ്ങുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ എന്താണ് പുറമേ ഉള്ളതൊന്നും അല്ലെ വെള്ളത്തിനുള്ളിൽ കേൾക്കില്ല അല്ലെ. നമ്മൾ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ എന്ത് കേൾക്കില്ല പുറം ലോകവുമായിട്ടുള്ള ഒന്നും അല്ലെ കേൾക്കില്ല. സോ നിങ്ങൾ എന്താണ് ആ ഒരു ഹോളി മുങ്ങൽ അല്ലെ ആ ഒരു ദൈവത്തിലേക്ക് അല്ലെ ഭാഗവതം എടുത്തു വെച്ച് വായിക്കാൻ തുടങ്ങിയാൽ അല്ലെ പുറം ലോകത്തെ എന്താണ് നിങ്ങൾ ഒരിക്കലും നോക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ ശ്രദ്ധ ഏതിലും മാത്രമാണ്. യുവർ അറ്റൻഷൻ ഈസ് ഓൺലി ടു ദി inner side of yours അല്ലെ because you want inner peace അല്ലെ you want മോക്ഷം അല്ലെ ആ ഒരു ഐഡിയയിലേക്ക് എത്തണം അല്ലെ സെൽഫ് നോളജ് അതിലേക്ക് വരാൻ വേണ്ടിയാണ് ഭാഗവതം വായിക്കുന്നതെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു. കാരണം യു ആർ അവേ ഫ്രം ദ നോയ്സസ് ഓഫ് ദ വേൾഡ് അല്ലെ. സോ എന്താണ് ഇറ്റ് ഈസ് ദ ടൈം ഫോർ കണ്ടംപ്ലേഷൻ ഷീ ഈസ് നെവർ ഗ്രാൻറ്റഡ്. സോ ആ ഒരു ആലോചന അല്ലെ വായന സോ ആലോചിക്കുക അല്ലെ വായിക്കുക. സോ അതിനുള്ള സമയമാണ് ഇനി അല്ലെ നിങ്ങൾക്ക്. ബട്ട് ഒരു സ്ത്രീക്ക് എന്ത് കിട്ടുന്നില്ല ഒരിക്കലും അതിനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. സോ ആത്മമോക്ഷത്തിനായിട്ടല്ലേ എന്താ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പോലുമുള്ള സമയം സ്ത്രീക്ക് കിട്ടുന്നില്ല. യു റീഡ് അലൗഡ് ദ സാക്രഡ് ബുക്ക് ഭാഗവതം. സോ ഇവിടെ അതാണ്. സോ അല്ലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഉച്ചത്തിലല്ലേ വായിക്കുകയാണ് ഏത് ആ ഒരു സാക്രഡ് ആയിട്ടുള്ള ബുക്ക് അല്ലെ പുണ്യപരമായിട്ടുള്ള അല്ലെ ആ ഒരു മതഗ്രന്ഥം അല്ലെ പുണ്യഗ്രന്ഥം നിങ്ങൾ ഉറക്കെ വായിക്കുകയാണ്. സോ ഞാൻ പറഞ്ഞു അല്ലെ ഉറക്കെ വായിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് അല്ലെ നോട്ട് ടു മേക്ക് ദി വുമൻ സോ ഗെറ്റ് ഹർ സെൽഫ് നോളജ് ഗെറ്റ് ഹർ വാട്ട് വി ക്യാൻ സേ ആ ഒരു അല്ലെ മോക്ഷ അതിനു വേണ്ടിയല്ല. എന്തിനു വേണ്ടിയാണ് അല്ലെ സ്ത്രീ കേൾക്കുന്നതിലൂടെ അല്ലെ സ്ത്രീയെ ഗോഡിലേക്ക് അടുപ്പിക്കുന്നതിലൂടെ എന്ത് ചെയ്യും പുരുഷൻ അല്ലെ എന്ത് ചെയ്യും പുരുഷന് ആ ഒരു പുണ്യം കിട്ടുമെന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ്. വി റീഡ് ഹോളി ബുക്സ് അലൗഡ് സോ ദാറ്റ് ദി ലിസണർ ഓൾസോ ക്യാൻ ബെനിഫിറ്റ് ഫ്രം ഇറ്റ്. That way the reader will get an easy path to moksha and bliss. അല്ലെ അങ്ങനെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട്. സോ വൈ ഡോണ്ട് യു കം ഓൺ ലിസൺ. സോ അങ്ങനെ പറഞ്ഞ് അല്ലെ. സോ അത് ആ ഒരു പുരുഷന്റെ വാക്ക് അല്ലെ സ്ത്രീ എന്ത് ചെയ്യാണ് എടുത്തു പറയാണ് അല്ലെ. നിങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് അല്ലെ വൈ ഡോണ്ട് യു കം ഓൺ ലിസൺ അല്ലെ കേൾക്കൂ വന്ന് കേൾക്കൂ എന്ന് പറയാണ്. സോ ഇവിടെ നമ്മൾ കാണുന്നത് അല്ലെ ഇങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സ്ത്രീയെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി അല്ലെ അവളുടെ മോക്ഷത്തിന് വേണ്ടി അവളുടെ മോചനത്തിന് വേണ്ടി എന്തല്ല അവളുടെ ആത്മശാന്തിക്ക് വേണ്ടി അല്ലെ അവളെ ദൈവത്തോട് അടുപ്പിക്കാനുള്ള
ഒരു ആകാംക്ഷയല്ല പുരുഷൻ ഇടയ്ക്കിടയ്ക്ക് അല്ലെ ആ ഒരു വിളിയിലൂടെ കാണിക്കുന്നത്. യു കീപ് കോളിംഗ് മീ അല്ലെ, നിങ്ങൾ എന്ത് ചെയ്യാണ്? കീപ് ഓൺ കോളിംഗ് മീ അല്ലെ, നിങ്ങളത് എന്നോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, പിന്നെയും പിന്നെയും വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ വാ, വന്ന് കേൾക്ക്, വന്ന് കേൾക്ക്. സോ നമുക്ക് ആ ഒരു അല്ലേ ഏർജ്, ആ ഒരു പുരുഷന്റെ ആ ഒരു എന്താ പറയുക കണ്ടിന്യൂസ് പ്രോബിങ് അല്ലെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള നിർബന്ധ അല്ലെ, ആ ഒരു വെളിയിൽ നിന്നും എന്താ മനസ്സിലാക്കേണ്ടത് നമ്മളെ? വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹൗ ഈഗർ ഹി ഈസ് അല്ലെ ഇൻ ഓർഡർ ടു ഗെറ്റ് മോക്ഷം. ആ ഒരു സെൽഫ് ഐഡിയയാണ്. ഞാൻ അല്ലെ എന്നെ എന്ത് ചെയ്യാം, ദൈവത്തോട് അല്ലെ ഉയർത്താനായിട്ട് അല്ലെ നീ സഹായിക്കൂ എന്നുള്ളതാണ്. അല്ലാതെ നിന്റെ മോക്ഷം അല്ലെ അതിലൂടെ സാധ്യമാക്കൂ എന്നല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ അല്ലെ വിളിക്കുമ്പോൾ അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. യു കം ആൻഡ് ലിസൺ എന്നുള്ളതാണ്. യു കം ആൻഡ് റീഡ് യുവർ സെൽഫ് എന്നല്ല അല്ലെ, അവിടെ ഐഡിയ അതാണ്. നീ എന്ത് ചെയ്യൂ, ഞാൻ വായിക്കുന്നത് കേൾക്കൂ. സോ എന്നിലൂടെ അല്ലെ കുറച്ച് ദൈവത്തോട് അടുക്കൂ അല്ലെ, ആ ഒരു നീ ദൈവത്തോട് അടുക്കുന്നതിലുള്ള അല്ലെ ആ ഒരു എന്ത് നന്മ അല്ലെ അത് എനിക്ക് കിട്ടട്ടെ എന്നുള്ളതാണ്. സോ ലിസൺ ആൻഡ് ഹിയർ എന്നുള്ള ഐഡിയ നമ്മൾ ഇവിടെ കോൺട്രാസ്റ്റ് ഐഡിയാസ് വരുന്നുണ്ട്. പിന്നെ ഈ സ്ത്രീ അല്ലെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പറയുന്ന പുരുഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ നോക്കാം ആ ഒരു ലിസൺ എന്നുള്ള വേർഡ് ഹിയർ എന്ന് അല്ലെ ഉള്ള വേർഡും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അത് കവിത കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. സോ യു ലിസൺ എന്നുള്ളതാണ്, നീ ശ്രദ്ധാപൂർവം കേൾക്കൂ എന്നുള്ളതാണ്. സോ നമുക്കറിയാം അല്ലെ ഹിയർ എന്ന് പറഞ്ഞാൽ അല്ലെ കേൾക്കുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഐ ഹേർഡ് സംതിങ് എന്ന് പറഞ്ഞാൽ ഐ ഹേർഡ് അല്ലെ എന്തോ കേട്ടു, നമ്മൾ എന്ത് ചെയ്തില്ല, ശ്രദ്ധ കൊടുത്തില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ലിസൺ എന്നുള്ള വേർഡ് എന്താണ്, വളരെ സ്പെഷ്യലാണ്. നമ്മൾ എപ്പോഴാണ് ലിസൺ ചെയ്യുക, ശ്രദ്ധയോടെ എന്തെങ്കിലും കേൾക്കുന്നതിനാണ് ലിസണിങ് എന്ന് പറയാം അല്ലെ. നമ്മൾ വെറുതെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയാ, ഐ ഹേർഡ് അല്ലെ ഹിയർ എന്നുള്ള ഐഡിയ ആണ്, ഞാൻ അത് കേട്ടു എന്നുള്ളതാണ്. എന്താണെന്ന് നമുക്ക് അല്ലെ കൃത്യമായിട്ട് ഐഡിയ ഇല്ല. സോ അതാണ് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ലിസൺ ആൻഡ് ഹിയർ. സോ ഇവിടെയല്ല നീ ശ്രദ്ധാപൂർവം കേൾക്കൂ എന്നാണ് പറഞ്ഞത്. സോ ആർക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടി എന്നുള്ളതാണ്. യു കീപ് ഓൺ കോളിംഗ് മീ. സോ കോളിംഗ് മീ എന്ന് പറയുമ്പോൾ മീ ആരാണ്, ആ ഒരു ദ വുമൺ ഫ്രം ദി കിച്ചൺ അല്ലെ, ആ ഒരു അടുക്കളയിലെ സ്ത്രീയാണ്. ആ ഒരു യു ആരാണ്, പ്രോബബ്ലി ഹർ ഹസ്ബൻഡ് അല്ലെ, ഹസ്ബൻഡ് ആയിരിക്കാം. But I am busy by the fire cooking the meal for you. നിങ്ങളിങ്ങനെ എന്നെ അല്ലെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ അല്ലെ ഞാൻ എന്താണ് അടുക്കളയിൽ ബിസിയാണ് അല്ലെ. സോ ഫയർ അല്ലെ ആ ഒരു തീയുടെ അടുത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് വേണ്ട അല്ലെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഐ ആം ബിസി ബൈ ദ ഫയർ. സോ ഓൾവേസ് അല്ലെ യു മേക്ക് മീ ബിസി ബൈ ദ ഫയർ. സോ അവിടെ എന്തുണ്ട്, നമ്മളല്ലേ ചരിത്രം നോക്കിയാൽ അല്ലെ അങ്ങനെയും നിങ്ങോളം അല്ലെ സ്ത്രീ എവിടെ തന്നെയാണ്, ഫയറിൽ തന്നെയാണ് അല്ലെ. ഹിന്ദുയിസത്തിലെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ കവിത വരുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് അല്ലെ അതിനെ എന്ത് ചെയ്യാം, രാമായണവുമായിട്ടൊന്ന് അസോസിയേറ്റ് ചെയ്ത് വായിക്കാം അല്ലെ. സീത അല്ലെ നമ്മൾ ത്രേതായുഗം അല്ലെ, ത്രേതായുഗം എന്ന് പറയും. സോ അത്രയും പഴക്കമുള്ള ഒരു കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ പോലും അല്ലെ എന്താണ്, സ്ത്രീ അന്നും ഇന്നും ഫയറിലാണ്. സോ സീതയുടെ കഥ എടുത്ത് നോക്കിയാൽ മതി അല്ലെ, എന്താണ് സ്വന്തം അല്ലെ ചാരിത്രം രാവണന അല്ലെ കട്ടെടുക്കപ്പെട്ട സീത എന്ത് ചെയ്യുക, അവസാനമല്ല നിന്റെ ശരീരശുദ്ധി നീ അഗ്നിയിലൂടെ അല്ലെ എന്ത് ചെയ്യുക, അഗ്നി പരീക്ഷണത്തിലൂടെ കടന്നു വന്ന് നീ എന്ത് ചെയ്യൂ, നിന്റെ ശരീരശുദ്ധി അല്ലെ തെളിയിക്കൂ എന്ന് പറഞ്ഞവനാണ് രാമൻ അല്ലെ, രാമൻ. സോ രാമൻ എന്ത് ചെയ്തു, സീതയെ അല്ലെ ഫയർ ടെസ്റ്റിന് വിധേയമാക്കുന്ന അല്ലെ ആ ഒരു കാഴ്ചയാണ്. അല്ലെങ്കിൽ സീത അല്ലെ സ്വയം അതിന് റെഡി ആവുകയാണ്. കാരണം എന്താണ്, ഒരു പുരുഷനല്ലേ ശരിക്കും അത് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവൻ അല്ലെ അത് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അന്നും ഇന്നും നോക്കുകയാണെങ്കിൽ അല്ലെ സ്ത്രീ എവിടെ തന്നെയാണ്, ഫയറിന്റെ അടുത്ത് തന്നെയാണ് അല്ലെ. ആ ഒരു ഫയർ ടെസ്റ്റ് എപ്പോഴും അവൾക്ക് മാത്രമുള്ളതാണ്. ആ ഒരു അഗ്നി പരീക്ഷണം എന്ന് പറയുന്നത് അവളുടെ ഇത് മാത്രമാണ് എന്നുള്ളതാണ്. പുരുഷൻ ഒരിക്കലും അല്ലെ എന്ത് വേണ്ടി വരില്ല, അഗ്നി പരീക്ഷണം നേരിടണ്ട എന്നുള്ളതാണ്. സോ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടാൽ മതി അല്ലെ. ഒരു പുരുഷനോ സ്ത്രീയോ അല്ലെ എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കിയാൽ മതി. ഒരു പുരുഷൻ അല്ലെ ഒരു പുറമേയുള്ള ഒരു സ്ത്രീയുമായിട്ട് റിലേഷൻ വെക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ അല്ലെ പലപ്പോഴും സ്ത്രീകൾ തന്നെ പറയുന്നത് കേൾക്കാം അല്ലെ, ഓ ആണുങ്ങളായാൽ അല്ലെ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ബട്ട് ഒരു സ്ത്രീ അല്ലെ അവൾ കുറച്ചെന്തെങ്കിലും ഒരു ഫ്ലർട്ടേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ എന്താണ്, സോ അവൾ ഒരു അല്ലെ പോക്ക് കേസാണ്
അല്ലെങ്കിൽ അവൾ എന്താണ് പിഴച്ചവളാണ് എന്നുള്ള ഒരു ഐഡിയ ആണ്. സോ ഒരിക്കലും അല്ലെ ഒരു പുരുഷനെ പിഴച്ചവൻ എന്ന് പറയാറില്ല. പലപ്പോഴും എന്താണ് പുരുഷന്മാരായാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെ, അതങ്ങ് ക്ഷമിച്ചേക്ക് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും അല്ലെ സ്ത്രീകൾ പോലും അല്ലെ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതല്ലേ നമ്മുടെ പാട്രിയാർക്കൽ സൊസൈറ്റി അല്ലെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ഐഡിയ ആണ്. സോ ഇവിടെ നോക്കുകയല്ലേ എന്താണ്, ഞാൻ എപ്പോഴും അല്ലെ ഫയറിന്റെ അടുത്ത് ബിസിയാണ്, കുക്കിംഗ് ദ മീൽ ഫോർ യു. സോ നിങ്ങൾക്ക് വേണ്ടിയല്ല എന്ത് ചെയ്യാണ്, ഞാൻ ഈ ഭക്ഷണം പാകം ചെയ്യുകയാണ്. സോ ഐ ആം കുക്കിംഗ് ദ മീൽ ഫോർ യു. സോ യു ആർ കോളിംഗ് മീ ടു ലിസൺ ദ ഭാഗവത ഫോർ യു എന്നുള്ള ഐഡിയ അവിടെ നമ്മൾ പ്രൊജക്ട് ചെയ്ത് കാണുന്നുണ്ട്. സോ നോക്കുകയല്ലേ എല്ലാം എന്തിനാണ്, ഫോർ യു അല്ലെ, ഫോർ യു മാത്രമാണ് അവിടെ, നോട്ട് ഫോർ മീ. സോ ഞാൻ എന്ന ചിത്രം അല്ലെ, ഞാൻ എന്ന പിക്ചർ അവിടെ എവിടെയും ഇല്ല. എല്ലാം എന്താണ് നിങ്ങളുടെ അല്ലെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങളുടെ അല്ലെ എന്താണ് ചിത്രത്തിന് നിറം പകരാനുള്ള വെറും ഒരു അല്ലെ ചായക്കൂട്ട് മാത്രമാണ് ഞാൻ എന്നുള്ള ഐഡിയ. സോ ഐ ആം കുക്കിംഗ് ദ മീൽ ഫോർ യു അല്ലെ, നിങ്ങൾക്ക് അല്ലെ ഭക്ഷണം തയ്യാറാക്കുകയാണ്. സോ ഭക്ഷണം അല്ലെ വൈകിപ്പോയാൽ എന്താവും, സോ യു വിൽ സ്കോൾഡ് മീ അല്ലെ, നിങ്ങൾ എന്നെ വഴക്ക് പറയും. സോ അതുകൊണ്ട് എന്ത് ചെയ്യൂ അല്ലെ, ഞാൻ അല്ലെ ചെയ്യേണ്ട പണി ചെയ്യട്ടെ അല്ലതാണ്. സോ ഇഫ് അല്ലെ ദ ഫുഡ് ഗെറ്റ്സ് ലേറ്റ് ഹി വിൽ ഗെറ്റ് ആംഗ്രി. സോ എവ്രിതിങ് ഈസ് ഫോർ യു എന്നുള്ളതാണ്. സോ അല്ലെ എന്താണ് കിച്ചൺ അല്ലെ, അടുക്കള എന്ന് പറയുന്നത് എന്താണ്, കിച്ചൺ ഈസ് എ ലൈഫ് ഫാക്ടറി അല്ലെ, ജീവൻ നിലനിർത്തുന്ന ആ ഒരു കേന്ദ്രം, അതാണ് അടുക്കള എന്ന് നമുക്ക് പറയാം അല്ലെ. അവിടെ നിന്നാണ് ഭക്ഷണം വരുന്നത്. സോ അത് അല്ലെ നടത്തിപ്പുകാരൻ, അതിന്റെ നടത്തിപ്പുകാരൻ എപ്പോഴും ആരാണ്, സ്ത്രീയാണ്. അടുക്കള ഭരണം അല്ലെ സ്ത്രീക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ള ഒരു ട്രഡീഷണൽ ഐഡിയ. നെക്സ്റ്റ് നോക്ക്, 100 plates and pots remain to be washed and 100 little things chorus for tomorrow. സോ ഇവിടെ നമ്മളല്ലേ 100 എന്നുള്ളത് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. സോ അതിനെ പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ നോക്കാം. സോ എന്തുണ്ട് അല്ലെ, അവള് പറയാണ് നിങ്ങളല്ലേ എന്നെ വിളിക്കുന്നു, പക്ഷെ ഞാൻ ഈ അല്ലെ തീയുടെ അടുത്ത് നിന്നും അല്ലെ ഭക്ഷണം പാകം ചെയ്യുകയാണ്. ഒരു 100 കൂട്ടം അല്ലെ പാത്രങ്ങൾ ആൾറെഡി വാഷ് ചെയ്യാനുണ്ട് അല്ലെ, ഇന്ന് വാഷ് ചെയ്തിട്ടും തീരില്ല, അതൊന്നും തീരില്ല അല്ലെ, വാഷ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെ 100 കൂട്ടം പാത്രങ്ങൾ നാളെയും വാഷ് ചെയ്യാനായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. സോ എന്താണ് ഈ 100 കൊണ്ട് അവൾ ഉദ്ദേശിക്കുന്നത്? സോ ദ നമ്പർ 100 ഈസ് വെരി മച്ച് സിംബോളിക്. So it symbolizes the end of a chapter in life and the beginning of the next. പലപ്പോഴും അല്ലെ 100 സെഞ്ചുറി തികക്കുക എന്ന് പറയുന്നത് അല്ലെ ഒരു ജന്മത്തിന്റെ എന്താണ് അവസാനമായിട്ടും അല്ലെ പുതിയൊരു ജന്മത്തിന്റെ തുടക്കമായിട്ടും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഇത് 100 എന്ന് പറയുന്നത്. സോ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെ എന്താണ്, അവൻ അല്ലെ 100 തികച്ചിട്ട് പോകുന്നത് എവിടേക്കാണ്, മോക്ഷത്തിലേക്കാണ്. പക്ഷേ ഈ സ്ത്രീയുടെ കാര്യം നോക്ക്, അല്ല അവൾ ഈ 100 കാര്യങ്ങളും അല്ലെ പാത്രങ്ങളും കഴുകി അല്ലെ പോകുന്നത് പിന്നെയും എവിടേക്കാണ്, അടുത്ത 100ലേക്കാണ് അല്ലെ. പിന്നെയും അവൾക്ക് എന്താണ് പാത്രങ്ങൾ തന്നെയാണ് കഴുകാൻ ഉള്ളത് എന്നുള്ള ഐഡിയ ആണ്. സോ അവിടെയല്ലേ ഒരു എന്തല്ല കിട്ടുന്നത്, അവളെ കാത്തിരിക്കുന്ന ഒരു പുതിയ ജന്മമല്ല. സോ 100 അല്ലെ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു ജന്മത്തിന്റെ അവസാനം കഴിഞ്ഞ് അല്ലെ പുതിയ ജന്മം തുടങ്ങുന്ന ഒരു നമ്പറാണ് ഇത് 100. ബട്ട് ഒരിക്കലും അല്ലെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ 100 ഒരു ഗുഡ് നമ്പർ അല്ല എന്നുള്ളതാണ്. സോ കാരണം അവളുടെ അല്ലെ 100 ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ദിവസവും എന്താണ് 100 തന്നെയാണ് എന്നുള്ളതാണ് ഐഡിയ. ഇവിടെ കോറസ് അല്ലെ, കോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോറസ് സോ അല്ലെ ആ ഒരു അടുക്കള പണി എന്നാണ് ഉദ്ദേശിച്ചത്. സോ ആ ഒരു പാത്രങ്ങൾ വാഷ് ചെയ്യുക ഒക്കെയും ഉണ്ട് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഐറോണിക് അല്ലെ. സോ 100 തിങ്സ് ടുമാറോ ഓൾസോ അല്ലെ, നാളെയും എനിക്ക് 100 തിങ്സ് ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് ഐറോണിക്കലി യൂസ്ഡ് എന്നുള്ളതാണ്. സോ യൂസ് ഓഫ് ഐറണി നമ്മൾ എവിടെയും കാണാനുണ്ട്. എസ് എഴുതുമ്പോൾ നമ്മൾ ഇതൊക്കെ പറയാം. സോ ഈ ഒരു ചാപ്റ്ററിന്റെ നോട്ട്സ് ഞാൻ തരുന്നതായിരിക്കും. നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കുക. With my suit blackened hands, I turn the leaves of a mighty Bhagavata that will end only when my life ends. സോ അവൾ പറയാണ് അല്ലെ, എൻ്റെ ഈ കൈ അല്ലെ എന്താണ് കരി പുരണ്ട വിരലുകളാൽ അല്ലെ ഞാനും എന്ത് ചെയ്യാണ്, ഒരു ഭാഗവത അല്ലെ ഇവിടെ അടുക്കളയിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ എന്താണ് ഒരു ടോൺ ഓഫ് കണ്ടംപ്റ്റ് അല്ലെ, ആ ഒരു നിന്ദ, ഒരു തരം എന്താണ്
പരിഹാസത്തിന്റെ അല്ലെ ഒരു സർക്കാസം, ഒരു പരിഹാസത്തിന്റെ ഒരു ടോൺ ഇവിടെ വരുന്നുണ്ട്. നിങ്ങളുടെ അല്ലെ പുസ്തകം വായിക്കാൻ നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നു, ബട്ട് എന്ത് ചെയ്തില്ല, ഞാനല്ലേ എൻ്റെ പുസ്തകം ഞാൻ വായിക്കുന്നത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നേ ഇല്ല. സോ അതൊരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ കാണുന്നേ ഇല്ല എന്നുള്ളതാണ്. സോ ഞാൻ ചെയ്യുന്നത് ഒരു പണിയല്ലേ, നിങ്ങൾ ചെയ്യുന്നത് മാത്രമാണോ ഒരു പണി എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വരികയാണ്. സോ വിത്ത് മൈ സൂട്ട് ബ്ലാക്ക് ആൻഡ് ഹാൻഡ്സ്, സോ ആ ഒരു സൂട്ട് ബ്ലാക്ക് ആൻഡ് ഹാൻഡ്സ്, സോ അത് നമ്മൾ എന്തോ ഓർമ്മിക്കുക, നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ? യു ആർ അല്ലെ, നമ്മൾ ആദ്യത്തെ ലൈനിൽ പറഞ്ഞു, യു ഹാവ് ടേക്കൺ യുവർ ഹോളി ഡിപ്പ്. സോ ഈ ഒരു ഐഡിയാസ് ഇവിടെ കൺട്രാസ്റ്റ് ചെയ്യപ്പെടുകയാണ്. സോ അവളുടെ അല്ലെ അവസ്ഥയും അവന്റെ അവസ്ഥയും. സോ അവൻ അല്ലെ കുളി കഴിഞ്ഞ് ശുദ്ധനായിട്ടിരിക്കുകയാണ്, ഞാനോ സൂട്ട് ബ്ലാക്ക് ആൻഡ് ഹാൻഡ്സ് ആണ്. സോ ദീസ് ടു ലൈൻസ് അല്ലെ ആർ കൺട്രാസ്റ്റിംഗ്. സോ ആ ഒരു കൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ആണ്. ഒന്ന് അല്ലെ ശുദ്ധി കാണിക്കുമ്പോൾ അല്ലെ എന്താണ്, ഒന്ന് അശുദ്ധിയെ കാണിക്കുകയാണ്. അല്ലെ എൻ്റെ കരി പുരണ്ട വിരലുകൾ. ഐ ടേൺ ദ ലീവ്സ് ഓഫ് എ മൈറ്റി ഭാഗവത. അല്ലെ ഈ വിരലുകൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, എപ്പോഴും അല്ലെ ഒരു ശക്തിയുള്ള ഭാഗവത തന്നെയാണ് ഞാൻ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അല്ലെ ഈ പാത്രങ്ങൾ കഴുകുന്നു, അല്ലെ ഇതൊക്കെ എന്താണ്, ഭാഗവത വായനയാണ്. എൻ്റെ അല്ലെ എനിക്ക് പറഞ്ഞിട്ട് അല്ലെ നിങ്ങൾ പേട്രിയാക്കൽ സൊസൈറ്റി എനിക്ക് പറഞ്ഞിട്ടുള്ള ഭാഗവത വായന എന്ന് പറയുന്നത് ഇതാണ്, ഈ അടുക്കളപ്പണി. സോ അവൾ എന്താണ്, ആ ഒരു കളിയാക്കൽ രീതിയിലാണ് ഇത് പറയുന്നത്. ഒരു അല്ലെ സാഡ്നെസ്സും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എ സാഡ്നെസ് ദാറ്റ് ഹെർ ലൈഫ് ഈസ് ഗെറ്റിംഗ് വേസ്റ്റഡ് ഫോർ അതേഴ്സ്. കാരണം അല്ലെ ഞാനിവിടെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയല്ല എന്ന് അവൾ ആൾറെഡി പറഞ്ഞു. അല്ലെ ഐ ആം ഡൂയിങ് ദിസ്, അല്ലെ ഐ ആം സ്റ്റാൻഡിങ് ബൈ ദ ഫയർ cooking the meal for you, for you, for the members of the family. I really sacrifice my life inside the kitchen. Stress ചെയ്തിട്ടുള്ളത് ഐ ടേൺ ദ ലീവ്സ് ഓഫ് എ മൈറ്റി ഭാഗവത. സോ ഈ ഒരു മൈറ്റി ഭാഗവത അല്ലെ, മൈറ്റി എന്ന് പറഞ്ഞാൽ പവർഫുൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അവളുടെ അല്ലെ വാഷിംഗ് ആയാലും അല്ലെ കുക്കിംഗ് ആയാലും അതൊക്കെ എന്താണ്, അവളുടെ ഭാഗവത വായന അല്ലെ, പുരുഷ മേധാവിത്വ സമൂഹം അവൾക്ക് വിധിച്ചിട്ടുള്ള ഭാഗവത വായന അതാണ് അല്ലെ അടുക്കളപ്പണി. സോ അത് അല്ലെ ഞാൻ ഐ ടേൺ ദ ലീവ്സ് അല്ലെ ഞാൻ ഈ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്, ഫോർ യു എന്നുള്ളതാണ്. സോ ദിസ് വർക്ക് വിൽ എൻഡ് ഓൺലി വെൻ മൈ ലൈഫ് എൻഡ്സ്. സോ അത് അവളുടെ ഒരു അറിവാണ്. സോ പേട്രിയാക്കൽ സൊസൈറ്റിന്ന് അവൾക്ക് കിട്ടിയിട്ടുള്ള അറിവാണെന്ത് അല്ലെ, സ്ത്രീ ആണെങ്കിൽ എന്താണ്, മരിക്കുവോളം അടുക്കളയിൽ പണിയെടുക്കുക എന്നുള്ളതാണ്. സോ എവിടെയെങ്കിലും അല്ലെ സ്വയം ഒരു മോക്ഷത്തിനായിട്ടുള്ള അല്ലെ അല്ലെങ്കിൽ ഒരു അടുക്കള പണിയിൽ നിന്ന് മോചനത്തിനുള്ള ഒരു ആഗ്രഹം നമ്മളിവിടെ കാണുന്നില്ല. കാരണം അവൾ എന്താണ്, ഷീ ഈസ് ടോട്ടലി സബ്മിറ്റഡ് ടു ഹർ ഫേറ്റ് ആസ് എ ഹൗസ് മെയ്ഡ്. ഒരു അല്ലെ എന്താണ്, വീട്ടുപണിക്കാരി അടുക്കളക്കാരി എന്നുള്ള രീതിയിലല്ലേ സ്വയം സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അവൾ. സോ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, അല്ലെ ദിസ് ഫേറ്റ് അല്ലെ വിൽ എൻഡ് ഓൺലി വെൻ മൈ ലൈഫ് എൻഡ്സ്. സോ എന്താണ്, അതിൽ നിന്നൊരു മോക്ഷത്തിനായിട്ടുള്ള ഒരു ആഗ്രഹം അവൾക്ക് ഉണ്ടെങ്കിൽ അവൾ ഒരിക്കലും അങ്ങനെ പറയില്ല, എൻ്റെ വിധി അല്ലെ ഇത് എന്താണ് ജീവിതാവസാനം വരെയുള്ള വിധിയാണെന്ന് ഒരിക്കലും അവൾ ഫൈനൽ സെന്റൻസ് പറയില്ല. ഇഫ് ഷീ ഹാസ് വിഷ് ഫോർ ലിബറേഷൻ ഫ്രം ദ കിച്ചൺ, ആ ഒരു അടുക്കള വർക്കിൽ നിന്നും മോചനത്തിനുള്ള ആഗ്രഹം കാണുന്നില്ല ഇവിടെ. സോ ഹോപ്പ്ലെസ്നെസ് അല്ലെ, അവളുടെ ആ ഒരു ഹോപ്പ്ലെസ്നെസ് ആണ് നമ്മളിവിടെ കാണുന്നത് പ്രകടമായിട്ട്. സോ അല്ലെ ഓൺലി അല്ലെ എന്താണ് അവളുടെ വർക്ക്, ഇതൊക്കെയും അവൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അല്ലെ. സോ എവ്രിതിങ് ഈസ് ഫോർ ഫാമിലി. ബട്ട് അല്ലെ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളല്ലേ ഭാഗവതം കേൾക്കാൻ എന്നെ വിളിക്കുന്നത് പോലും എന്താണ്, നിങ്ങൾ അല്ലെ ഉച്ചത്തിൽ വായിക്കുന്നത് കേൾക്കാൻ വേണ്ടിയാണ്, എന്നെ വായിക്കാൻ അല്ലെ വായിപ്പിക്കാൻ, എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അല്ലെ ദൈവത്തിലേക്കൊരു പാസ്പോർട്ട് തരാൻ വേണ്ടിയിട്ടുള്ള വായനയല്ല അല്ലെ നിങ്ങൾ എന്നെ വിളിക്കുന്നത്, കേൾക്കാൻ വേണ്ടിയാണ്. സോ പല അല്ലെ ട്രഡീഷണൽ എഴുത്തിൽ അല്ലെ നമ്മൾ എഴുത്തിൽ നോക്കിയാലും അത് തന്നെയാണ്. സ്ത്രീ എപ്പോഴും എന്താണ്, സ്ത്രീയെ പറ്റി അല്ലെ പുരുഷൻ എഴുതിയത് കേൾക്കാൻ മാത്രം വിധിക്കപ്പെട്ടവളാണ് അല്ലെ. ഒരിക്കലും സ്ത്രീ അല്ലെ എഴുത്തുകാർ അധികം മുമ്പോട്ട് വന്നിട്ടില്ല അല്ലെ, ഒരു കാലഘട്ടത്തിലും വന്നിട്ടില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ എന്നെ കേൾക്കാൻ മാത്രം വിളിക്കുകയാണ് അല്ലെ, വായിക്കാൻ വിളിക്കുകയല്ല. സോ വായന എന്ന് പറയുന്നത് എന്താണ് അല്ലെ, ഇപ്പൊ ഒരു ഫസ്റ്റ് പ്രിവിലേജ് ആണ്. ആ പ്രിവിലേജിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് പുരുഷന് മാത്രമാണ്. സോ അല്ലെ വായനയും എഴുത്തും അല്ലെ ആ ഒരു ഏരിയ, ഹയസ്റ്റ് ഏരിയാസ് എല്ലാം അല്ലെ നിങ്ങൾ കൈയടക്കുകയാണ്.
അപ്പോഴും എന്നെ നിങ്ങളല്ലേ എന്തിന് മാത്രമായിട്ട് ഒതുക്കുകയാണ്. അല്ലെ, യു ജസ്റ്റ് റെസ്ട്രിക്ട് മീ ആസ് എ പേഴ്സൺ ഓൺലി ടു ബി ഹേർഡ് ഫ്രം യു. അല്ലെ, നിങ്ങളിൽ നിന്നും കേൾക്കാൻ മാത്രമായിട്ട് വിധിക്കപ്പെട്ട ഒരാൾ. സോ ഓർഡേഴ്സ് അല്ലെ അനുസരിക്കാൻ വേണ്ടി മാത്രമുള്ള അല്ലെ വാതിലിന്റെ പിറകിൽ നിന്ന് അല്ലെ ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ആളാണ് സ്ത്രീ എന്നുള്ള പുരുഷന്റെ ആറ്റിറ്റ്യൂഡ്. നെക്സ്റ്റ് നോക്കുക, ഓൺലി വെൻ മൈ ലൈഫ് എൻഡ്സ് എന്ന് പറയുമ്പോൾ അല്ലെ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് റിമെമ്പർ ദി ഫസ്റ്റ് ലൈൻ ഓഫ് ദ പോയം. സോ എന്തായിരുന്നു കവിതയുടെ ആദ്യത്തെ ലൈന്? സോ ഹി ഹാസ് ഡെസ്ക് ടു റെസ്റ്റ് ബട്ട് ഹേഴ്സ് ഈസ് ആൻ എൻഡ്ലെസ് വർക്ക്. സോ നമ്മൾ കവിതയുടെ അല്ലെ അവളുടെ അവസ്ഥയും അവന്റെ അവസ്ഥയും ആ ഒരു കോൺട്രാസ്റ്റിംഗ് ഐഡിയ ആണ് വരുന്നത്. സോ ഈ ഒരു ഓൺലി വെൻ മൈ ലൈഫ് എൻഡ്സ് എന്നുള്ള ലൈന് നമ്മൾ ആദ്യത്തെ ലൈനുമായിട്ട് കമ്പയർ ചെയ്യണം. സോ എന്താണ് കമ്പയർ ചെയ്യുക? അറ്റ് ഡെസ്ക് യു ടേക്ക് യുവർ ഹോളി ടിപ്പ്. അല്ലെ, ഈവനിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അല്ലെ, നിങ്ങളുടെ പണി ഈവനിങ്ങിൽ ഫിനിഷ് ആവും. അപ്പോൾ നിങ്ങളല്ലേ കുളിച്ച് ശുദ്ധനായിട്ട് ഇരിക്കും. ബട്ട് എൻ്റെ അവസ്ഥ നോക്ക് അല്ലെ, മൈ വർക്ക് ഈസ് അല്ലെ ടിൽ ദി ഡെത്ത് എന്നുള്ളതാണ്. സോ എൻ്റെ പണി ഒരിക്കലും അല്ലെ എൻ്റെ പണി അവസാനിക്കുന്നില്ല, എൻഡ്ലെസ് വർക്കാണ്. ഐ വില്ലിംഗ്ലി ഗോ ഓൺ റീഡിങ് ഇറ്റ്. അല്ലെ, സോ ഞാൻ എന്ത് ചെയ്യാണ്? അല്ലെ, വില്ലിംഗ്ലി ഗോ ഓൺ റീഡിങ് ഇറ്റ്. ഞാൻ അല്ലെ സ്വയം എന്ത് ചെയ്യാണ്? ഈ ഒരു വായന നടത്തുകയാണ്. എന്ത് വായന? അടുക്കള പണി എന്നുള്ള ഭാഗവത വായന അല്ലെ, അത് ഞാൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ഇവളുടെ വായന എന്ന് പറയുന്നത് ഇവളെ അടുക്കളപ്പണി കഴിഞ്ഞിട്ടുള്ള ഭാഗവത വായനയല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ്? The patriarchal society has ascribed her a kind of Bhagavata reading that is called the work inside her kitchen. അടുക്കള പണിയാണ് അവളുടെ വായന. So and I willingly go on reading it. ഞാൻ എന്ത് ചെയ്യാണ്? സ്വയമല്ലേ, അത് വില്ലിംഗ്ലി എന്ന് പറയുമ്പോൾ എന്താണ്? സ്വയം അത് ഞാൻ ഏറ്റെടുത്ത് അല്ലെ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അതല്ലേ വളരെ ഡിവോഷണലോടെ വളരെ ആത്മാർത്ഥതയോടെ അല്ലെ ചെയ്തു വരുന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ അടുക്കള പണി എന്ന് പറയുന്നത്. ബട്ട് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാണ്? ഞാനിത് അല്ലെ വില്ലിംഗ്ലി ചെയ്യുന്നത് ആർക്ക് വേണ്ടിയല്ല, ഞാൻ വില്ലിംഗ്ലി ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല. അവൾ ആൾറെഡി പറഞ്ഞു അല്ലെ, ഇറ്റ്സ് ഫോർ യു അല്ലെ, ഫോർ യു, ഫോർ ഗിവിങ് യു ഫുഡ് എന്നുള്ളതാണ്. സോ അവളുടെ സമർപ്പണം അല്ലെ, സോ ഇവിടെ ഒരു കളിയാക്കലിന്റെ ടോണ് വരുന്നുണ്ട് അല്ലെ. എന്താണ്? എൻ്റെ അല്ലെ വർക്ക് എന്തിനു വേണ്ടിയല്ല, എൻ്റെ സെൽഫിഷ് മോട്ടീവ് അല്ല അല്ലെ, എൻ്റെ ആ ഒരു സെൽഫിഷ്നെസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. ബട്ട് നിങ്ങളുടെ ഭാഗവത വായന, നിങ്ങളല്ലേ അതെന്നെ കേൾക്കാൻ വിളിക്കുന്നത് എന്താ? You just want me to listen to you only because you want to get close to the ultimate power, to the divine power. You want to get bliss. But my reading and inside the kitchen, I just get on carrying with this chorus, kitchen chorus, because my reading is not for സെൽഫ് എൻഡ്സ് അല്ലെ, ഇത് എൻ്റെ അല്ലെ സെൽഫ് എൻഡിന് വേണ്ടിയുള്ളതല്ല. ബട്ട് യുവേഴ്സ് ഈസ് സച്ച് അല്ലെ എന്നുള്ള ഒരു വിമർശനത്തിന്റെ ഒരു ശബ്ദം അവിടെ നമ്മൾ കേൾക്കുന്നുണ്ട്. ബട്ട് യു നെവർ കം ടു ഹിയർ മീ. സോ ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയല്ലേ നമ്മൾ നോക്ക്, നീ ഒരിക്കലും അല്ലെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, എൻ്റെ അല്ലെ ഭാഗവത വായന കേൾക്കാൻ വരുന്നില്ല. സോ നിങ്ങൾ എന്നെ പുറത്ത് വിളിക്കുകയാണ് അല്ലെ ഭാഗവത വായന കേൾക്കാൻ. അവിടെയല്ല, ഞാൻ അവിടെ വന്ന് നിൽക്കണം. ബട്ട് എന്താണ്, നിങ്ങളല്ലേ ഒരിക്കലും ഞാൻ അടുക്കളയിൽ എന്ത് ചെയ്യുന്നു അല്ലെ അതിലെ ഒരു കൈ സഹായിക്കാമോ എന്നൊക്കെ രീതിയിലുള്ള ഒരു അല്ലെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഒരിക്കലും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ബട്ട് യു നെവർ കം ടു ഹിയർ മീ. സോ ഇവിടെ ശ്രദ്ധിക്കുക, ആ ഒരു വേർഡ് ഹിയർ മീ എന്നുള്ളതാണ്. സോ അവൻ അല്ലെ നേരത്തെ അവളെ വിളിച്ചത് എന്താണ്, എങ്ങനെ ആണ്, ലിസൺ ടു മീ എന്നുള്ളതാണ് അല്ലെ. സോ നോക്ക്, നമ്മൾ സെക്കൻഡ് സ്റ്റാൻസയിൽ വൈ ഡോണ്ട് യു കം ഓൺ ലിസൺ അല്ലെ, ലിസൺ എന്നുള്ളതാണ്. സോ അവൻ എന്ത് പറയാണ് അവളോട്, നീ എന്നെ ശ്രദ്ധാപൂർവം കേൾക്കണം. സോ ഒരു പുരുഷന്റെ ആറ്റിറ്റ്യൂഡാണ് അവിടെ കാണുന്നത്. ആ ഒരു രണ്ട് വേർഡ്സിലെയും ഡിഫറൻസ് നോക്കണം, ലിസൺ ആൻഡ് ഹിയർ. സോ നീ അല്ലെ എന്ത് ചെയ്യാ, ശ്രദ്ധാപൂർവം എന്നെ കേൾക്കൂ എന്നുള്ളതാണ്. ബട്ട് ഇവള് അല്ലെ എന്താണ് പറയാണ്, ഹിയർ മീ അല്ലെ, ജസ്റ്റ്
നമ്മൾ പറഞ്ഞു ഹിയർ എന്ന് പറഞ്ഞാൽ അല്ലെ ജസ്റ്റ് ഒരു പാസിംഗ് മാനറിൽ കേൾക്കുക അല്ലെ, വെറുതെ കേൾക്കുക എന്നുള്ളതാണ്, ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ള ഒരു ഐഡിയ അവിടെ ഇല്ല അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഹിയർ എന്ന് പറയുന്നത്. സോ കേൾക്കുക എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ, ശ്രദ്ധയോടെ കേൾക്കൽ എന്നുള്ള ഐഡിയ അവിടെ ഇല്ല. സോ ഇവിടെ എന്താണ് ഈ ലൈന് കാണിക്കുന്നത്? ബട്ട് യു നെവർ കം ടു ഹിയർ മീ, അറ്റ്ലീസ്റ്റ് അല്ലെ എന്നെ എന്താണ് അലസമായിട്ട് പോലും അല്ലെ ഒരു ലേസി മാനറിൽ പോലും എന്നെ കേൾക്കാൻ അല്ലെ പറ്റുന്നില്ലല്ലോ നിങ്ങൾക്ക്. എന്നിട്ടും നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ വിളിക്കുകയാണ്? ലിസൺ ചെയ്യാൻ വിളിക്കുകയാണ്. എന്നെ അല്ലെ എന്താണ് ഒരു എന്താണ് എനിക്ക് സമാധാനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പോലും അല്ലെ എൻ്റെ കാര്യങ്ങൾ നോക്കാനോ എന്നെ അല്ലെ അടുക്കളയിൽ വന്നൊന്ന് എന്താണ് ചെയ്യുന്നത് അന്വേഷിക്കാൻ പോലും അല്ലെ മൈൻഡ് കാണിക്കാത്ത നിങ്ങൾ അല്ലെ എന്ത് ചെയ്യാണ്? എന്നെ ലിസൺ ചെയ്യാൻ വിളിക്കുകയാണ് അല്ലെ, കെയർഫുള്ളി. സോ ഞാൻ അല്ലെ നിങ്ങൾക്കൊരു അടിമയാണ് എന്നുള്ള അല്ലെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ആ ഒരു രണ്ട് വാക്കിലും കാണാം. സോ ലിസൺ ആൻഡ് ഹിയർ. കവിതയുടെ അവസാനം എന്താണ് അവൾ ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെ ചുരുക്കി പറയാം? അല്ല, അവളുടെ ഒരു കാഴ്ചപ്പാടിൽ അവൾ പറയുകയാണെങ്കിൽ അല്ല അവൾ എന്തായിരിക്കും പറയുന്നത്? യു ആർ നോട്ട് ഈവൻ റെഡി ടു ഹിയർ മീ അല്ലെ, എന്നെ അലസമായിട്ട് പോലും അല്ലെ വെറുതെ എന്താണ് കേട്ടു എന്ന് ഭാവിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും കേൾക്കാൻ തയ്യാറാവാത്ത അല്ലെ നിങ്ങൾ. സോ യു ആർ നെവർ റെഡി ടു ഹിയർ മീ, വൈ ഷുഡ് ഐ ലിസൺ യു? സോ ഒരു പ്രൊട്ടസ്റ്റിന്റെ സ്വരം കവിതയുടെ അവസാനം കൃത്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ വൈ ഷുഡ് ഐ ലിസൺ യു ഇഫ് യു ആർ നോട്ട് റെഡി ടു ഹിയർ മീ? സോ ഇവിടെയാണ് നമ്മൾ എന്ത് കാണുന്നത്? ആ ഒരു എവ്രിഡേ പ്രൊട്ടസ്റ്റ്, എവ്രിഡേ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഐഡിയയുടെ ആ ഒരു പ്രൊജക്ഷൻ അല്ലെ കൂടുതലായിട്ട് കാണുന്നത് അവിടെയാണ്. സോ അല്ലെ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ കേൾക്കാൻ അല്ലെ തയ്യാറല്ല, പിന്നെ ഞാൻ എന്തിന് നിങ്ങളെ അല്ലെ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങൾ അല്ലെ പറയുന്നത് നിങ്ങളുടെ മാത്രമല്ല സെൽഫിഷ് കാര്യത്തിനാണ്, അല്ലാണ്ട് എൻ്റെ അല്ലെ മോചനത്തിന് വേണ്ടിയല്ല. സോ ഭാഗവത എന്ന് പറയുന്ന അല്ലെ മോക്ഷം, രണ്ട് രീതിയിലുള്ള അല്ലെ മോക്ഷം, നിങ്ങൾ അല്ലെ ഭാഗവതത്തിലൂടെ തേടുന്ന മോക്ഷം അതെന്താണ്? സെൽഫിഷ് മോക്ഷമാണ് അല്ലെ, ഞാൻ തേടുന്ന മോക്ഷം അല്ലെ, ഞാൻ ഈ അടുക്കള പണിയെടുക്കുന്നത് അതെന്തല്ല, ഒരിക്കലും സെൽഫ് എൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അല്ല. സോ ഇതാണ് ഭാഗവതയുടെ ടൈറ്റിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ രണ്ട് രീതിയിലുള്ള ഭാഗവത വായന. സോ ഒന്നെന്താണ് ഒറിജിനൽ റീഡിംഗ് എന്നുള്ള ഐഡിയ, പിന്നെ മറ്റേതെന്താണ് പുരുഷ മേധാവിത്വ സമൂഹം അല്ലെ സ്ത്രീക്ക് വിധിച്ച വായന എന്നുള്ള ഐഡിയ. എന്താണ് അടുക്കള പണി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ നോട്ട്സ് ഞാൻ ഉടനെ തന്നെ തരുന്നതായിരിക്കും. So next, meet you again in the next class. If you like the video, just give a like and share it with your friends. So thank you so much.